കോവിഡ് സമയത്ത് കേരളമാകെ ടീച്ചർ അമ്മ എന്ന് വിളിച്ച് ബഹുമാനിച്ചിരുന്ന കെ ശൈലജ ടീച്ചറാണ് ഇന്ന് വർത്തമാനത്തിൽ നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. കേരളത്തിലെ MLA, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. ടീച്ചർക്ക് വർത്തമാനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ടീച്ചറെ, ഇപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ. ഈ കേരളം ഇപ്പം ഒരു ദേശീയ തലത്തിൽ കേരളത്തിലെ ഒരു ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന കുറേ സ്ത്രീകൾ നടത്തുന്ന ഒരു സമരമാണ്. എന്തുകൊണ്ടാണ് ആ സമരം ഇതുവരെ കേരള സർക്കാരിന്, ടീച്ചർ ആ ഒരു സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് കേരള സർക്കാരിന് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ട് ആ സ്ത്രീകളെ തിരിച്ച് വീട്ടിലേക്ക് വിടാൻ പറ്റാത്തത്? നമ്മൾ സാധാരണ ഇത്തരം പ്രശ്നങ്ങളെ കേവലമായിട്ടാണ് കാണുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് സമൂഹം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ഇതിലെല്ലാം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടേത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്, ഫെഡറൽ ഭരണരീതിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കേണ്ടത്? കാശ് എവിടെ നിന്നാണ്? നമ്മുടെ ട്രഷറിയിൽ നിന്ന് നമുക്ക് എത്ര കാശ് കിട്ടുന്നു? ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ്. അപ്പോൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 76 വർഷം പിന്നിട്ടിട്ടും രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല, പട്ടിണി പൂർണ്ണമായി അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കേരളം ചില പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു ഈ ഘട്ടത്തിൽ. 57 മുതൽ കേരളത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്താ? നമുക്ക് പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചു നന്നായിട്ട്. എക്സ്ട്രീംലി പുവറായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ വർഷം പരിശോധിക്കുമ്പോൾ 0.7% ആണ് കേരളത്തിൽ. UPയിലും ബീഹാറിലും 28-30% ആണ് മൊത്തം ജനസംഖ്യയുടെ. ഞാനിത് പറയുന്നത് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിൻ്റെതായ മാർഗ്ഗം ഉപയോഗിച്ച് നമ്മൾ അധ്വാനിച്ചു. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ, മിനിമം കൂലി പ്രശ്നം, അതുപോലെ തുല്യ ജോലിക്ക് തുല്യ വേതനം, അതുപോലെ ജോലിക്കനുസരിച്ച് ശമ്പളം, ഇതെല്ലാം പൂർണ്ണമായി പരിഹരിക്കാൻ ഒരു സംസ്ഥാനം മാത്രം വിചാരിച്ചാൽ കഴിയുന്നില്ല. അംഗൻവാടി ആശാ വർക്കർമാരെ സെൻട്രൽ ഗവൺമെൻറ് സ്കീം വർക്കർമാരായിട്ട് പ്രഖ്യാപിച്ചതാണ്. വോളണ്ടറി ആയിട്ടാണ്. നേരത്തെ സെൻട്രൽ ഗവൺമെൻറ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ് ആശമാരെ നിശ്ചയിക്കുന്നത് വോളണ്ടറി പ്രവർത്തനത്തിനാണ്. ഒരു ചെറിയ ഓണറേറിയം കൊടുത്തിട്ട്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ ഒരു കൺസെപ്റ്റിലാണ് അന്ന് ഉണ്ടാക്കിയത്. ഈ വളരെ പാവപ്പെട്ട സ്ത്രീകളുടെ അടുത്ത് ചെന്നവർക്ക് ആരോഗ്യോപദേശങ്ങൾ കൊടുക്കാനും ഗർഭിണികളെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കുക. കാരണം വേണ്ടത്ര ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അതിന് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ തുക ഓണറേറിയായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അവരെ ഒരിക്കലും ആരോഗ്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് കണ്ടുകൊണ്ടല്ല നിശ്ചയിച്ചത്. അന്ന് കേരളത്തിലെ UDF ഗവൺമെൻറ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് അവർ ഈ ആശാ വർക്കർമാർ ഇവിടെ എടുത്തില്ല. അതിന് കാരണം പറഞ്ഞത് കേരളത്തിൻ്റെ ഒരു കോൺടെസ്റ്റിൽ ആശ വേണ്ട എന്നുള്ളതാണ്. ജൂനിയർ PHN ഒക്കെ താഴെ തലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, JPHNമാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് വന്ന LDF ഗവൺമെൻറ് ശ്രീമതി ടീച്ചറിൻ്റെ കാലത്തായിരുന്നു നമുക്കും ചില കാര്യങ്ങൾക്ക് ഹെൽത്ത് ആക്ടിവിസ്റ്റിനെ ഉപയോഗപ്പെടുത്താം. അപ്പോഴും കൺസെപ്റ്റ് വോളണ്ടറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് കരുതിക്കൊണ്ടാണ് ആശാ വർക്കർമാർ തിരഞ്ഞെടുത്തത്. എല്ലാ പഞ്ചായത്തിലും അവരുടെ ഓണറേറിയം 500 വർദ്ധിപ്പിക്കാനും സാധിച്ചു. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതിന് പുറമെ കുറച്ചുകൂടി കൊടുത്തുകൊണ്ട് 500. പക്ഷെ അതിനുശേഷം വീണ്ടും വന്ന UDF ഗവൺമെൻറ്, ശിവകുമാർ മന്ത്രിയായിരുന്നു ആ സമയത്ത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത്. അപ്പോൾ UDF ഗവൺമെൻറ്റിനോട് ഈ ആശാ വർക്കർമാർ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ എത്രയേ ചോദിച്ചിട്ടുള്ളൂ, 1000 കൊടുക്കാൻ ചോദിച്ചു. അപ്പോൾ ഓണറേറിയം 1000 ആക്കാമെന്ന ഗവൺമെൻറ് തീരുമാനിച്ചു. പക്ഷെ അത് കൊടുക്കാൻ കൊടുത്തിരുന്നില്ല. അത് കഴിഞ്ഞാണ് 2016 പിണറായി ഗവൺമെൻറ് വരുന്നത്. ഞാനതിനകത്ത് ആരോഗ്യമന്ത്രിയായിരുന്നു. അപ്പോൾ CITUവിൻ്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാർ ഒരു സമരം ചെയ്തു. ഇവരുടെ ഓണറേറിയം 10,000 കൊടുക്കണം എന്നുള്ളതായിരുന്നു ഡിമാൻഡ്. 1000 നിന്ന് 10,000 ആക്കണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ചർച്ചയ്ക്ക് വിളിക്കണം. ഞാൻ അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ വന്നു അവരുടെ കൂടെ ചർച്ചയ്ക്ക്. ഇന്നത്തെ മിനിസ്റ്റർ ശിവൻകുട്ടിയും അതുപോലെ ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള ഇടമരം കരിയും ഒക്കെ ആശാ വർക്കറുടെ ലീഡർ പ്രേമയും അവരൊക്കെയാണ് ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിത് വർദ്ധിപ്പിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും വിഹിതം കിട്ടണം. കാരണം സംസ്ഥാനം ഭരിക്കാൻ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്ന പണം ഏതാ? അത് സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ഷെയറായിട്ട് തരുന്നതും പിന്നെ ഈ മിഷൻ മോഡിൽ 60-40 സെൻട്രൽ ഗവൺമെൻറ് വിഹിതം, അത് പർട്ടിക്കുലറായിട്ട് നേരത്തെ ചെയ്തു വന്ന കാര്യങ്ങൾ ചെയ്യാനേ തികയുള്ളൂ. അതിനകത്തുനിന്ന് ഒന്നിനും വക മാറ്റാൻ നമുക്ക് പൈസ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റിന് ഒരുപാട് റവന്യൂ ഇൻകം ഉണ്ടാവണം വേറെ കേന്ദ്ര ഗവൺമെൻറ് തരുന്നതിൻ്റെ പുറമെ.
കേരളത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് റവന്യൂ ഇൻകം ഇല്ലാത്ത സംസ്ഥാനമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പദ്ധതി വിഹിതത്തിൽ നിന്ന് മാത്രമേ ഇതെല്ലാം കൊടുക്കാൻ നമുക്ക് സാധിക്കൂ. ചിലർ ചോദിക്കാറുണ്ട്, ഈ കിഫ്ബി ഫണ്ടൊക്കെ മുഖേന ക്യൂറ്റൻ കെട്ടിടങ്ങൾ എടുക്കാൻ കോടികൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ഈ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ? അത് മനസ്സിലാവാഞ്ഞിട്ടാണ്. അത് പൂർണ്ണമായിട്ട് അത് വായ്പയാണല്ലോ. വായ്പ തരുന്നവർ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ അനുവദിക്കുകയുള്ളൂ, റവന്യൂ ചെലവിന് അനുവദിക്കില്ല. അതിനെക്കൊണ്ട് കെട്ടിടം ഉണ്ടാക്കാം, മറ്റു സൗകര്യങ്ങൾ ഉണ്ടാക്കാം, ഉപകരണങ്ങൾ മേടിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ അതിൽ നിന്ന് എടുത്തിട്ട് ശമ്പളമോ പെൻഷനോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതാണ് നിബന്ധന വായ്പയുടെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ റവന്യൂ ഷെയറിൽ നിന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. അന്ന് ഇവർ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്ത് കുറച്ച് വർദ്ധിപ്പിക്കണം എന്ന് ആലോചിച്ചു വന്ന്. അപ്പോൾ ഞാൻ ഈ കൺസൾട്ടേഷന് പോയി ഇവരുടെ സങ്കടം എല്ലാം കണ്ടപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് 7,500 രൂപയെങ്കിലും കൊടുക്കാമെന്നൊരു തീരുമാനം എടുത്തു. അത് ഞാൻ ക്യാബിനറ്റ് കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആശമാരോട് വളരെ 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 അനുതാപപൂർണ്ണമാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തോമസ് ഐസക് ധനകാര്യമന്ത്രിയും ഒക്കെ അന്ന് പെരുമാറിയത്. പക്ഷേ ഗവൺമെൻറ് നന്നായിട്ട് വിഷമിച്ചു. കാരണം 7,500 രൂപ ഏത് ഹെഡിൽ നിന്ന് എടുത്തിട്ടാണ് വർദ്ധിപ്പിച്ച് കൊടുക്കുക, നല്ലോണം പാടുപെട്ടു. അപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യം ചെയ്യാം, 6,000 രൂപ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, മറ്റെന്തെങ്കിലും രീതിയിൽ കൊടുക്കാം, 7,500 ആക്കാൻ, പിന്നെ 3 വർഷം 500 വർദ്ധിപ്പിച്ചിട്ടാക്കാം, എന്താ ടീച്ചറിന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മതി, അത് മതി. പക്ഷേ എൻ്റെ മനസ്സിൽ 10,000 ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതെങ്ങനെ കൊടുക്കാൻ പറ്റും? ഞാനത് ഈ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഉദ്യോഗസ്ഥന്മാരെയെല്ലാം വിളിച്ചു. ഈ തരുന്ന ഫണ്ട് കൂടാതെ NHM ഫണ്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ചുകൂടി പൈസ കൊടുക്കാൻ പറ്റുമോ? അവർ 2-3 ദിവസം കൊണ്ട് അത് വർക്കൗട്ട് ചെയ്തിട്ടാണ് ഈ ഇൻസെൻറ്റീവിൽ, സെൻട്രൽ ഗവൺമെൻറ് നോംസ് ഉണ്ടെങ്കിലും ഇൻസെൻറ്റീവിൽ ഒരു ചെറിയ വർധനവ് നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം, അതിലപ്പുറം ഇനി വർദ്ധിപ്പിക്കാൻ പാടാം. അങ്ങനെ ഒരു 3,000 രൂപ ഇൻസെൻറ്റീവ് കൊടുക്കാൻ. അപ്പോൾ 7,000, 6,000, 3,000, 9,000 ആയി. പിന്നെ അന്ന് കേന്ദ്ര ഗവൺമെൻറ് 2,000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ 11,000 രൂപ ഒരാഴ്ചക്ക് കിട്ടും ചുരുങ്ങിയത്. പിന്നെ ഈ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് വേറെ ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന കാശൊക്കെ ചേർന്നാൽ ഒരു 13,000 ഒക്കെ കിട്ടും. ഞാൻ ഇത്രയും പറഞ്ഞത്, നമുക്കിത് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് വലിയ പാടാണ്. വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ 2,000 അവർ ഓണറേറിയം കൊടുക്കുന്നത്, അത് വർദ്ധിപ്പിച്ചിട്ട് 10,000 സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കണം. സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കാം. കാരണം സെൻട്രൽ പൂളിൽ ധാരാളം മേഖലയിൽ നിന്ന് പണം വരുന്നുണ്ട്. അവർക്ക് റവന്യൂ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനൊരു സംസ്ഥാനത്തിൻ്റെ പാടില്ല, സംസ്ഥാനത്തിൻ്റെ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് നിരന്തരമായി ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആശമാരിപ്പോൾ സമരം ചെയ്യുമ്പം അവർ മനസ്സിലാക്കേണ്ടത് എന്താ, അവരുടെ ആവശ്യമൊന്നും മോശമല്ല. കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒരു 10,000-18,000 രൂപയെങ്കിലും ചുരുങ്ങിയത് കിട്ടാതെ ജീവിക്കാം. ഇപ്പോൾ 11,000 മുതൽ ചിലവർക്ക് 13,000 കിട്ടുന്നുണ്ട്, എന്നാൽ ചിലർക്ക് 9,000 ഒക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഇത് മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാശക്ക് കുടുംബം പോറ്റാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആരോടാണ് ചോദിക്കേണ്ടത്? അതാണ് വിഷയം. ഇങ്ങനെ സാഹസപ്പെട്ടൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടാണ് സമരം ചെയ്യുന്നത്. നിങ്ങൾ തന്നെ വീണ്ടും തരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിനോട് നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. അവർ കുറേയും കൂടി ഫണ്ട് തന്നാൽ നമുക്കതൊരു 15,000, 18,000 ഒക്കെ ആക്കി മാറ്റുന്നതിന് 21,000 ഡിമാൻഡ്. അവിടെ എത്തിയിട്ടില്ലെങ്കിലും അത്രയെങ്കിലും ആക്കി മാറ്റാൻ സെൻട്രൽ ഗവൺമെൻറ് സഹായിക്കണം. ഇതാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാണ്ടാണ് പലപ്പോഴും നമ്മൾ ആർക്കെതിരെയാണ് നമ്മുടെ ആവശ്യകത, അവരുടെ മുദ്രാവാക്യം തിരിച്ചുവിടേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ടീച്ചർ, അവിടെ ഒരു പ്രശ്നമുള്ളത്, കേന്ദ്രം ഇവിടുന്ന് പറയുന്നു, പിന്നെ അവിടെ കേന്ദ്രത്തിൻ്റെ പ്രതിനിധികൾ പറയുന്നതും സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്നും നമ്മളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടി വന്നു. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ, ഈ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നത് കേന്ദ്രമന്ത്രിയെ കാണാനാണെന്നും കേന്ദ്രമന്ത്രി അത് നിഷേധിച്ചു, ഞാനുമായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ആവശ്യത്തിനാണ് വന്നതെന്ന് തെളിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വന്നതുകൊണ്ട് ഒരു ക്രെഡിബിലിറ്റി എവിടെയോ പോയിട്ടുണ്ട്. അതിനെപ്പറ്റി ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? അത് ഈ സെൻട്രൽ ഗവൺമെൻറ്റാണ് തരേണ്ടത് എന്നറിയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ ആ സമരപന്തലിൽ പോയിട്ടുണ്ട്. പോകുന്നത് നല്ലതാണ്, ഞാൻ അവരാരെങ്കിലും പോകുന്നതിനെതിരല്ല. സുരേഷ് ഗോപി MP പോയിട്ടുണ്ട്, പിന്നെ അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ BJPയുടെ മറ്റ് നേതാക്കളൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെയുള്ള UDFൻ്റെ നേതാക്കൾ പലരും പോയിട്ടുണ്ട്. അവരൊക്കെ സന്ദർശിക്കുന്നത് നല്ലതാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ അവിടെ പോകുമ്പം അവർ സത്യസന്ധമായിട്ട് പറയണ്ടേ, കേന്ദ്രം ചെയ്യേണ്ടത് എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,000 രൂപ ഓണറേറിയം കൊടുക്കുന്നതോ? ഡിമാൻഡ് എത്രയാണ്? 21,000.
കേന്ദ്രം എന്താണ് കൊടുക്കുക. അതിൽ ഈ 60-40 പോലും ഇല്ല കേട്ടോ ഈ സ്കീമിൽ. ഇത് തികച്ചും വോളണ്ടറി സ്കീം എന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡിമാൻഡ് ഉയർന്ന പക്ഷം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നതിന് പുറമേ അത് ബാക്കി വരുന്നത് സംസ്ഥാന ഗവൺമെൻറ് കുറച്ച് വർദ്ധിപ്പിച്ചു. ഇനി കേന്ദ്ര ഗവൺമെൻറ്റിന് ആ ഉത്തരവാദിത്വമുണ്ട്, അത് വർദ്ധിപ്പിച്ച് തരാം എന്ന് പറഞ്ഞത് വർദ്ധിപ്പിക്കുകയല്ലേ വേണ്ടത്. അവിടെ ചെന്നിട്ട് പ്രോമിസ് കൊടുക്കണ്ടേ, സംസ്ഥാന ഗവൺമെൻറ്റിനെ നിങ്ങൾ നോക്കണ്ടേ, ഇനി അവർ വർദ്ധിപ്പിക്കേണ്ടത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡിമാൻഡ് പൂർത്തിയാക്കാം. അല്ല, കേന്ദ്രം ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് വെറും വാക്ക് പറഞ്ഞിട്ട് ആ പാവങ്ങളെ പറ്റിക്കാവോ? അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. രണ്ടാമത്തത്, മന്ത്രി ഇവിടെ വന്നത്, ഇപ്പോൾ വീണ ജോർജ് നേരത്തെ തന്നെ ക്യൂബൻ സംഘത്തെ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. കാരണം അസംബ്ലിയിൽ സ്പീക്കർ പറഞ്ഞിരുന്നു വീണ ജോർജും മറ്റ് 2 മന്ത്രിമാരും ക്യൂബൻ സംഘത്തെ ഡൽഹിയിൽ വെച്ച് കാണുമെന്ന്. അപ്പോൾ അതിനാണ് അവർ വന്നത്. പക്ഷേ അവർ വരുന്നതിൻ്റെ തലേന്നാളൊരു സംഭവം ഉണ്ടായി. ഈ ചർച്ച നടന്നല്ലോ ആശാ വർക്കർമാരുമായിട്ട്. അപ്പോൾ ചർച്ച വിജയിച്ചില്ല, ചർച്ച കൺസൾട്ടേഷൻ നടന്നില്ല. അങ്ങനെ നടക്കാതിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഏതായാലും അവിടെ പോകുന്നുണ്ട്, ഡൽഹിക്ക് പോകുന്നുണ്ട്, മന്ത്രിയെ കണ്ട് സംസാരിക്കാം, കേന്ദ്രമന്ത്രിയെ കണ്ട് സംസാരിക്കാം. അതിനു മുമ്പ് തന്നെ അവർ അവിടുന്ന് ലെറ്റർ അയച്ചു. ലെറ്റർ ഇപ്പം പുറത്തു വിട്ടല്ലോ, അവർ കേന്ദ്രമന്ത്രിക്ക് ലെറ്റർ അയച്ചു. പക്ഷെ നമുക്കെല്ലാം അറിയാം, ഒരു 2 ദിവസം മുമ്പൊന്നും ലെറ്റർ അയച്ചാൽ ചിലപ്പോൾ കേന്ദ്രമന്ത്രിമാരെ തിരക്കുള്ളവരെ കാണാൻ പറ്റില്ല. പിന്നെ കുറച്ച് മുമ്പേ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വീണ പറഞ്ഞത് ഇവിടെ വന്നിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാമെന്നാണ്. പക്ഷേ മാധ്യമങ്ങൾ അതിന് മുമ്പ് തന്നെ ഇതാ വീണ ജോർജ് മിനിസ്റ്റർ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് വലിയ ഒരു ഫ്ലാഷാക്കി കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വന്ന് മന്ത്രിയെ കാണുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല എന്നായി. അപ്പോൾ ഞങ്ങളോട് ചിലരോട്, എന്നോട് ശ്രീമതി ടീച്ചറോടൊക്കെ ചോദിച്ചു, കേന്ദ്രമന്ത്രി അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞങ്ങൾ 2 പേരും പറഞ്ഞു കൊടുക്കണമായിരുന്നു. കാരണം കേരളത്തിൽ നിന്നൊരു മന്ത്രി വന്നിട്ട് സെൻട്രൽ മിനിസ്റ്ററെ കാണാൻ ഞങ്ങൾക്ക് വേറെ ആരോടാ പറയാനുള്ളത്? നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്രമല്ലേ ഇത്, കൊടുക്കാതിരുന്നത് ശരിയല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ന്യായമുണ്ട് നഡ്ഡ സാറിന്. കാരണം പാർലമെൻറ്റ് നടക്കുന്നു, മറ്റ് ആക്ടിവിറ്റികളുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഹ്യൂമൻ ക്രൈയൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ലെറ്റർ ഒന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന്. ഏതായാലും അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അപ്പോയിൻമെൻറ്റ് കിട്ടാത്തപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി? അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല, നേരത്തെ ശ്രമിച്ചില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ക്യൂബൻ സംഘത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനാണ് വന്നത്. എന്തായാലും ഒരു സംഘത്തെ സന്ദർശിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കും. അപ്പോൾ അതൊക്കെ ഇത്തരത്തിലുള്ള സിമ്പിളായിട്ട് സില്ലി ആയിട്ടുള്ള മാറ്റേഴ്സാണ് വലിയ കുറ്റകൃത്യമായിട്ട് പിന്നെ മന്ത്രിയോട് ചോദിച്ചത്. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഞാൻ പിന്നെ ആരോഗ്യമന്ത്രിയെ കാണാനാണ് വരുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അതെങ്ങനെ ട്വിസ്റ്റ് ചെയ്യപ്പെട്ടു? അവർ ആരോഗ്യമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞ് പുറപ്പെട്ടത് അതിനല്ല, ക്യൂബൻ സംഘത്തിനെ കാണുന്നു നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം ശരിയായിട്ടുള്ള കാര്യങ്ങൾ പോലും ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. ടീച്ചറെ, അതിപ്പോൾ ഒരു ജനറൽ ഒരു ഇമ്പ്രഷൻ പോകുന്നത്, എന്തൊക്കെ പ്രശ്നമാണെങ്കിലും സ്ത്രീകളുടെ ചില ആവശ്യങ്ങളെ എപ്പോഴും മാറ്റി നിർത്തുന്നു. ഇപ്പോൾ പല ആൾക്കാരും, ടീച്ചറിനറിയാം, ഈ ഞാൻ തുടക്കത്തിൽ തന്നെ ടീച്ചർ അമ്മ എന്നുള്ള ആ പേര് തന്നെ ടീച്ചറിനെ ആ ഒരു നാടിന് പ്രിയപ്പെട്ട ഒരു പേരാക്കിയത് കോവിഡ് സമയത്തുള്ള ടീച്ചറിൻ്റെ ഒരു പ്രവർത്തനം, കോവിഡിൻ്റെ അതിനെ എങ്ങനെ ടീച്ചർ ഏകോപിപ്പിച്ചു എന്നുള്ളതിൻ്റെയാണ്. അതുമാത്രമല്ല, സർക്കാർ ഇൻ്റർനാഷണലി വളരെ ശ്രദ്ധ തിരിച്ചു. ഒരു പൊളിറ്റിക്കൽ CPM-നെ ഒരു പാർട്ടിയുടെ ഒരു നേതാവും ഇൻ്റർനാഷണൽ മാഗസിൻ്റെ കവറായിട്ട് വരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഗവൺമെൻറ്, അതും ആ ഇലക്ഷനിൽ ഒരു വലിയ റോൾ വഹിച്ചു. അടുത്ത ഗവൺമെൻറ് വന്നപ്പോൾ ടീച്ചർ മന്ത്രിയായിട്ടില്ല. അത് ടീച്ചർ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ടീച്ചർക്ക് തോന്നുന്നുണ്ടോ അന്ന് കിട്ടിയ ആ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയതാണെന്നും? അങ്ങനെ ആവാനൊന്നും സാധ്യതയില്ല. CPM-ൽ ഒരു ഇതുണ്ടല്ലോ, കൾട്ട് ഇതില്ല, പേഴ്സണാലിറ്റി ഇല്ല എന്നൊക്കെ പറയുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളതല്ലേ. എൻ്റെ എല്ലാ സ്ഥാനങ്ങളും പാർട്ടി നിശ്ചയിച്ചതാണ്. എൻ്റെ മാത്രമല്ല, പാർട്ടിക്കകത്ത് ആരെവിടെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി തന്നെയാണ്. അതൊരു കേഡർ പാർട്ടിയാണ്. ഞങ്ങൾ ഈ പാർലമെൻ്ററി മേഖലയിലും എക്സ്ട്രാ പാർലമെൻ്ററി മേഖലയിലും ഒരുപോലെ പ്രവർത്തിക്കണം എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി നേരത്തെ സഹകരണ മന്ത്രിയായിട്ട്, സഹകരണ വൈദ്യുതി മന്ത്രിയായി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴാണല്ലോ പാർട്ടി സെക്രട്ടറി ആവാൻ വേണ്ടി മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചിട്ട് സെക്രട്ടറി ആകണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ആവുക എന്നുള്ളത് തന്നെയായി, അല്ല ഞാൻ മന്ത്രി തന്നെ ആയിക്കോളാം എന്ന് പറയുന്നതല്ല രീതി. അതുപോലെ എൻ്റെ കാര്യത്തിലും എനിക്ക് കിട്ടിയ അവസരം ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളത് സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. അത് എൻ്റെ ഒറ്റയ്ക്കുള്ള വർക്കല്ല, ഗവൺമെൻറ്റിൻ്റെ പോളിസി ഉണ്ട്, മുഖ്യമന്ത്രിയുടെ സഹായമുണ്ട്, അതുപോലെ എൻ്റെ ക്യാബിനറ്റിലെ മറ്റ് അംഗങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്നു.
കോവിഡിൻ്റെ ആദ്യ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എൻ്റെ കൂടെ AC മൊയ്തീൻ മിനിസ്റ്റർ, അതുപോലെ സുനിൽ കുമാർ കൃഷിമന്ത്രി, തൃശ്ശൂരായിരുന്നല്ലോ ആദ്യ കേസ് വന്നിരുന്നത്, രവീന്ദ്ര മാസ്റ്റർ, 3 പേരും ഞങ്ങൾ ഒരുമിച്ചാണ്, 4 പേരാണ് പോയത്. അപ്പോൾ എല്ലാവരുടെയും ഒരു അസിസ്റ്റൻസ്. പക്ഷേ അതിലെനിക്കൊരു പാഷനായിരുന്നു ഹെൽത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതും ഹെൽത്ത് ഇഷ്യൂസ് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും. അത് നന്നായിട്ട് ചെയ്തു. ഞാൻ നന്നായിട്ടില്ല എന്ന് എൻ്റെ പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, നന്നായി ചെയ്തു. ടീച്ചർ ഉണ്ടായിരുന്നെങ്കിലേ ആ മന്ത്രാലയത്തിൽ, ആരോഗ്യ മന്ത്രാലയത്തിൽ ഒരു കണ്ടിന്യൂറ്റി വരികയില്ലായിരുന്നോ? അതില്ലാതെ പോയത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ബാധിച്ചിട്ടുണ്ടെന്ന് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ടീച്ചർക്ക് തന്നെ തോന്നിയിട്ടില്ലേ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നുണ്ട്? കാരണം ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്തല്ലോ, ലെഫ്റ്റ് ഫ്രണ്ട് ഗവൺമെൻറ്. നമ്മുടെ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് സാധാരണ ഉണ്ടാവുന്നത് കേരളത്തിൽ ആൾട്ടർനേറ്റീവായിട്ട് വരികയാണ്. ഒരു തവണ LDF പിന്നെ UDF എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചില തരക്കേടുണ്ട്. പുതിയ പരിഷ്കാരങ്ങൾ അങ്ങ് തുടങ്ങി വെക്കും ഒരു ഗവൺമെൻറ്. പക്ഷേ അടുത്ത ഗവൺമെൻറ് വരുമ്പം മറ്റൊരു ഗവൺമെൻറ് ആകുമ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാറാണ് പതിവ്, ചിലപ്പോൾ ചെയ്തു പോകാറുണ്ട് അങ്ങനെ. പക്ഷേ ഇത്തവണ അതിൻ്റെ ആവശ്യകതയേ ഇല്ല. LDF ഗവൺമെൻറ് തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങിയ മിഷൻ, കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ക്യാൻസർ സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ, അതുപോലെ തന്നെ AMR റിഡക്ഷൻ, പിന്നെ ഈ സ്ക്രീനിങ്, ഇതിൻ്റെ പിന്നെ ഡയബറ്റിക്സ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ സ്ക്രീനിങ്, അതൊക്കെ തുടങ്ങി വെച്ച കാര്യങ്ങൾ. അങ്ങനെയുള്ള കുറേ കാര്യം, ടോട്ടൽ ട്രോമ കെയർ പ്രോജക്റ്റ്. അതിന് പുറമെയാണ് ഈ നിപ്പ കോവിഡ് കൺട്രോളൊക്കെ ഉണ്ടായത്, കണ്ടെയ്ൻമെൻറ്റൊക്കെ വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നെക്സ്റ്റ് ഗവൺമെൻറ് LDF തന്നെ ആയതുകൊണ്ട് തുടർന്നു പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോയപ്പോൾ അതെല്ലാം കൂടി പോയി എന്ന് പറയേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ. അല്ല, ടീച്ചർ തുടങ്ങി വെച്ച എല്ലാ ഇനിഷ്യേറ്റീവ്സും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൽ ഈ വകുപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ അതിൻ്റെ വേഗത കുറഞ്ഞിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ, അന്ന് ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ട് നമ്മൾ തുടങ്ങിയ ഒന്നാണ് ഈ ഹെൽത്ത് പദ്ധതി. അത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് നടപ്പിലാക്കിയത്. ഞാൻ അവിടുന്ന് മന്ത്രിസ്ഥാനം അവസാനിക്കുമ്പോൾ 300ഓളം ഹോസ്പിറ്റലുകളിലാണ് ഈ ഹെൽത്ത് ചെയ്തിരുന്നത്. ഇപ്പോൾ ഏകദേശം 600ഓളം ഹോസ്പിറ്റലുകൾ ഈ ഹെൽത്തിൽ, അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരങ്ങ് വർക്ക് ചെയ്ത് പോവുകയാണ്. ക്യാൻസർ സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയ ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് CCRC, അതിൻ്റെ കെട്ടിടം പണി പൂർത്തിയാവുന്നേ ഉള്ളൂ. എല്ലാ മെഡിക്കൽ കോളേജുകളും ടെർഷ്യറി ക്യാൻസർ സെൻ്ററാക്കിയിട്ട് അന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ക്യാൻസർ രജിസ്ട്രി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിന് RCCക്കും മലബാർ ക്യാൻസർ സെൻറ്ററിനും കൊച്ചിയിലെ ക്യാൻസർ സെൻറ്റർ താൽക്കാലികമായിട്ടൊന്ന് ആരംഭിച്ചിരുന്നു. ആ ക്യാൻസർ സെൻറ്ററിനും ചുമതല കൊടുത്ത് എല്ലാ ജില്ലകളിലും ക്യാൻസർ സ്ക്രീനിങ് നടത്തി ക്യാൻസർ രജിസ്ട്രി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോൾ നടത്തുന്ന പിന്നെ ആരോഗ്യമാനന്ദം, തടയാം അർബുദം എന്നുള്ളത്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളന്നിപ്പോൾ ട്രോമ കെയർ, അന്ന് കാഷ്വാലിറ്റി നവീകരണവും 315 ആംബുലൻസുകൾ നമ്മൾ റോഡിൽ വിന്യസിച്ചു. ഇവിടെ നമ്മൾ സ്റ്റിമുലേഷൻ സെൻറ്റർ, ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി. ഇപ്പോൾ കാഷ്വാലിറ്റി മുഴുവൻ നവീകരിച്ച് തീർന്നിരുന്നില്ല. കാഷ്വാലിറ്റി നവീകരണം ഇപ്പോഴും തുടരുകയാണ്. ട്രോമ കെയർ സിസ്റ്റം തുടരുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നേ പോകുന്നു. പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ നിശ്ചയിച്ചു. അന്ന് 846 PHCകളുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 500-ലേറെ മാത്രമേ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 700ഓളം PHCകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാതെ നിവൃത്തിയില്ല. കാരണം ഒരിക്കൽ തുടങ്ങി വെച്ച കാര്യങ്ങൾ പകുതി വഴിക്ക് അവസാനിപ്പിക്കാൻ അതേ ഗവൺമെൻറ് തന്നെ വരുമ്പോൾ ഒരിക്കലും ശ്രമിക്കില്ലല്ലോ. അപ്പോൾ അതെല്ലാം തുടർന്ന് പോകുന്നുണ്ട്. മേ ബി ദ സ്പീഡ് കുറച്ച് ചില ഘട്ടത്തിൽ നമുക്ക് ഈ പണത്തിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് വന്നല്ലോ. വീണ ജോർജ് ടീച്ചറിനെ കൺസൾട്ട് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ടിപ്പൊക്കെ എടുക്കാറുണ്ടോ? ബിക്കോസ് യു ഹാൻഡിൽ ദറ്റ് മിനിസ്ട്രി അറ്റ് എ വെരി ക്രിട്ടിക്കൽ ടൈം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. വീണേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, നല്ല വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ്. അവർക്കിത് ഡീൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അല്ല, എന്നെങ്കിലും അങ്ങനെ ഒരു സമയത്ത്, അതും പ്രത്യേകിച്ച് പാർട്ടിയിൽ സീനിയർ അല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ കൺസൾട്ടേഷൻ അത്രമാത്രം ആവശ്യകതകൾ വരാറില്ല എന്നുള്ളതാണ് യഥാർത്ഥം. പിന്നെ ടീച്ചറിൻ്റെ ആ സമയത്ത് ചില അഴിമതികൾ നടന്നതായിട്ട് CAG റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇറഗുലാരിറ്റീസ് ഇൻ പാൻഡമിക് ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറഞ്ഞ്. എന്തായിരുന്നത്? എത്ര സങ്കടകരമായ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ എന്താ എൻ്റെ കാലത്ത് പറയുന്ന അഴിമതി ഒരേ ഒരു കാര്യമാണ്, ഒറ്റയൊരു കാര്യം. അത് PPE കിറ്റുകൾ മാർക്കറ്റിൽ അല്ലേ, അതാണ് 200-500 രൂപക്കൊക്കെ കിട്ടുമായിരുന്നു. എന്നിട്ടും 1500 രൂപ കൊടുത്ത് PPE കിറ്റ് വാങ്ങി എന്നുള്ളതാണ്. ഞാൻ നന്നായിട്ട് ഓർക്കുന്നു അന്നത്തെ സിറ്റുവേഷൻ. ചിലർ മറന്നുപോയി കേട്ടോ. കോവിഡിൻ്റെ സെക്കൻഡ് വേവ് ഉണ്ടാകുന്ന സമയത്ത്
മാർക്കറ്റിൽ നിന്ന് ഫസ്റ്റ് വേവ് ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് സുരക്ഷാ ഉപകരണങ്ങൾ തികച്ചും അപ്രത്യക്ഷമായി. ഏകദേശം ഒരു 1.5 മാസക്കാലത്തോളം പി പി കിറ്റ് ക്ഷാമം ഉണ്ടായി. പി പി കിറ്റ് ഇല്ലാതിരിക്കാൻ പ്രധാന കാരണം ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കൂടുതലും ചൈനയിൽ നിന്നാണ് വന്നിരുന്നത്. ചൈന ബ്ലോക്ക് ഡൗൺ ആയി. ചൈനയിലങ്ങ് വല്ലാണ്ട് റാമ്പൻ്റ് ആയുള്ളൂ ഇതങ്ങ്. അപ്പോൾ ബ്ലോക്ക് ഡൗൺ അപ്പോൾ പി പി കിറ്റ് കിട്ടുന്നില്ല. ഞങ്ങൾ രക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ നേരത്തെ നിപ്പ വന്നപ്പോൾ ഗൾഫിൽ നിന്ന് നമ്മുടെ VPS ഹെൽത്ത് കെയറിൻ്റെ ഉടമ ഡോക്ടർ ഷംഷീർ വയലിൽ അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹവും ഞാനും കണ്ണൂർ എയർപോർട്ടിൻ്റെ ഗവേണിംഗ് ബോർഡിൽ ഒരുമിച്ചുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. യൂസഫ് അലി സാറിൻ്റെ മകളുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ടീച്ചർ എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഇങ്ങനെ ശരിക്കും ഇത്രയും വലിയ കോടീശ്വരനാണെങ്കിലും വളരെ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയോ മറ്റോ വിളിക്കുമ്പോഴാണ് വിളിക്കുക. ടീച്ചർ എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ഈ സുരക്ഷാ ഉപകരണങ്ങളും നിപ്പയാണേ, പിന്നെ സാനിറ്റൈസർ മാതിരിയൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ പറഞ്ഞതേ ഞാൻ ഒരു വിമാനം ചാർട്ടർ ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ അയച്ചു തന്നു. പക്ഷെ നിപ്പ നമ്മൾ 40 ദിവസം കൊണ്ട് കണ്ടെയ്ൻ ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് അത്രയധികം PPE കിറ്റ് ചിലവായില്ല. ബാക്കി മുഴുവൻ നമ്മൾ സ്റ്റോർ ചെയ്തു, ഇവിടെ കൊണ്ടുവന്നു KMSCL. അപ്പോൾ കോവിഡിൻ്റെ തുടക്കത്തിൽ ലോകത്തിലെല്ലായിടത്തും ഇല്ലാത്തപ്പോൾ നമുക്കുണ്ട് ഗ്ലൗസും PPE കിറ്റും ഒക്കെ. പക്ഷേ ഇതൊരു 1-2 മാസം കൊണ്ട് ഇതങ്ങ് തീർന്നു. അപ്പോഴാണ് മാർക്കറ്റിൽ സ്കേഴ്സിറ്റി വന്നത് വാങ്ങാമെന്ന് വെച്ചാൽ. ഇപ്പോൾ KMSCLൻ്റെ ആളുകൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, മേഡം ഇനി 4 ദിവസത്തേക്ക് കൂടിയേ PPE കിറ്റുള്ളൂ. പേടിയായി നന്നായിട്ട്. പിന്നെ പർച്ചേസ് ചെയ്യുന്നത് ഞാനും അല്ല, എന്നെ വ്യക്തിപരമായിട്ട് എങ്ങനെ കുറ്റം പറയാൻ കഴിയുക? ഒരു കുറ്റമില്ല താനും. പർച്ചേസ് ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കമ്മിറ്റിയാണ്. കാരണം കോവിഡ് വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ചു അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല, അത് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വ്യവസായ വകുപ്പ് സെക്രട്ടറി ഇളങ്കോവിന് കൊടുത്തു പർച്ചേസിൻ്റെ. അപ്പോൾ അവർ കൺസൾട്ട് ചെയ്തിട്ടാണ് ആരോഗ്യ വകുപ്പുമായിട്ട്. അപ്പോൾ KMSCL ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എന്ത് ചെയ്യും, എവിടെ നിന്നെങ്കിലും നോക്ക്. ഒരു കമ്പനിയുടെ കയ്യിലുണ്ട് 1500 രൂപയാണ്. പുറമേ ചിലത് വേറെ റഫ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 100-250 രൂപ ഒക്കെ തരാം. അത് വെറും പ്ലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തിട്ട്. പിന്നെ ഇതിന് യഥാർത്ഥത്തിൽ കാലുറ വേണം, അതുപോലെ തന്നെ കണ്ണിൻ്റെ കവചം വേണം, N95 മാസ്ക് വേണം. അപ്പോൾ ഈ തരാമെന്ന് പറയുന്ന ഒരു കമ്പനി തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ പ്രതിപക്ഷ നേതാവൊക്കെ അസംബ്ലിയിൽ പറഞ്ഞു ഇന്ന കമ്പനി തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയില്ല. അതിൽ 3 ലെയർ മാസ്കേ ഉള്ളൂ. അവരോട് കുറച്ച് വാങ്ങി അത്യാവശ്യത്തിന്, തീരെ ഇല്ലാണ്ടിരിക്കുമ്പോൾ പിന്നെ അത് എടുക്കുക തന്നെ എന്നുള്ള മട്ടിൽ. പക്ഷേ അവർക്ക് 3 ലെയർ മാസ്ക് ഒന്നുമില്ല. അപ്പോഴാണ് ഈ സാൻ ഫാർമക്കാർ അവർക്ക് 3 ലെയർ മാസ്ക് ഉണ്ട്, കണ്ണിൻ്റെ ഉറയുണ്ട്, ഒക്കെ ഉണ്ട്, അത് അവരുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു എത്രയോ? ഞാൻ പറഞ്ഞു കോർ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഓർഡർ ചെയ്യും. എൻ്റെ അഭിപ്രായം 1 ലക്ഷമെങ്കിലും ഓർഡർ ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവർ പറഞ്ഞു കിട്ടില്ല മേഡം, അവരുള്ളതെല്ലാം അവരുടെ പിന്നെ കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ, അവർക്കെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കാൻ, നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. അവസാനം എല്ലാവരും കൂടി ഒരു 50,000 ഓർഡർ ചെയ്യാം. അങ്ങനെ 50,000 ഓർഡർ ചെയ്തു. കിട്ടിയത് 15,000 കിട്ടി, അപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതുകൊണ്ട് എന്താ, ഒരൊറ്റ ഡോക്ടർ നേഴ്സും PPE കിറ്റില്ലാണ്ട് രോഗിയുടെ അടുത്ത് പോകേണ്ട വന്നിട്ടില്ല. 2-3 ആഴ്ചക്കാലത്തേക്ക് മതിയല്ലോ ഇത്. അതുകൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരും മരിച്ചു പോയിട്ടില്ല. ഇന്ത്യയുടെ ആകെ കണക്കെടുക്കും, നിങ്ങൾ മീഡിയ പേഴ്സൺസ് നോക്കൂ, എത്ര ഡോക്ടർമാരും നഴ്സുമാരുമാണ് രോഗപകർച്ചയുണ്ടായി മരിച്ചു പോയത്. അപ്പോഴേക്കും ഒരു 2-3 ആഴ്ച കഴിയുമ്പം മാർക്കറ്റിൽ കുറച്ച് നല്ല PPE കിറ്റ് 850-860 രൂപക്കൊക്കെ വരാൻ തുടങ്ങി. എവിടെ നോക്കിയോ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കമ്പനികൾ എത്തിച്ചു. അപ്പോഴും ഇവരെൻ്റെ അടുത്ത് ഓടി വന്നു, KMSCLകാർ. എന്നോട് പറഞ്ഞു, ഇപ്പം നമുക്ക് 860 രൂപയ്ക്ക് കിട്ടും. നമ്മൾ പഴയ ഓർഡർ 15,000 കഴിഞ്ഞ് 35,000 ബാക്കിയുണ്ടേ അവർക്ക് കൊടുത്ത ഓർഡർ, അത് ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇത് വാങ്ങിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കോർ കമ്മിറ്റിയായിട്ട് ആലോചിക്കണം, പക്ഷേ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല, കാരണം കരാറല്ലേ അവരുമായിട്ട്. അപ്പോൾ പറഞ്ഞാൽ സാരല്ല, നമുക്ക് എപ്പോഴും മെഡിസിനൊക്കെ സപ്ലൈ ചെയ്യുന്നവരല്ലേ, അവരോട് പറഞ്ഞാൽ അനുസരിക്കും. ഞാൻ പറഞ്ഞു പറയൂ. അങ്ങനെ കോർ കമ്മിറ്റി ഇത് ആലോചിച്ചു, അവർ ക്യാൻസൽ ചെയ്യാൻ സമ്മതിച്ചു ഈ കമ്പനിക്കാർ. ബാക്കി 35,000 കുറച്ച് കിട്ടിയ വിലക്ക് വാങ്ങി. 500 രൂപക്കൊന്നുമല്ല, 500 വാങ്ങിയിട്ടുണ്ട്, 850 വാങ്ങിയിട്ടുണ്ട്. എന്താണോ മാർക്കറ്റിൽ കിട്ടുന്നത് ഇത്രയും സത്യസന്ധമായി ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, കോർ കമ്മിറ്റി എടുത്ത തീരുമാനം എൻ്റെ മേശപ്പുറത്ത് വന്നപ്പോൾ ഞാൻ അതിൽ സൈൻ ചെയ്തിട്ട് ഫിനാൻസ് മിനിസ്റ്റർക്ക് അയച്ചു. വേണ്ടാന്ന് ഞാൻ എഴുതി വെക്കാൻ പറ്റുമോ? അതിൽ ഇങ്ങനെ ഒരു ടെൻസ് സിറ്റുവേഷനിൽ വേണ്ടാന്ന് ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഇന്നെന്താ ചർച്ച വരുക? ഡോക്ടർ മരിക്കാൻ കാരണം ആ ശൈലജ ടീച്ചർ PPE കിറ്റ് വാങ്ങണ്ടെന്നും പറഞ്ഞ് എഴുതിയിട്ട് ഫയൽ തിരിച്ചയച്ചു എന്നല്ലേ. ഞാൻ ആ ഒരു സാഹസം ചെയ്തിട്ടില്ല, കാരണം എൻ്റെ മനസ്സിന് വേണമെന്ന് തന്നെയാണ് തോന്നിയിരുന്നു. ഇപ്പോഴും അത് ശരിയാണെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഫിനാൻസ് മിനിസ്റ്റർ സൈൻ ചെയ്ത് മുഖ്യമന്ത്രിക്ക് അയച്ചു. മുഖ്യമന്ത്രി അത് പിന്നെ അംഗീകരിച്ചു. എന്നിട്ട് പിന്നീട് ക്യാബിനറ്റിൽ വെച്ച് റാറ്റിഫൈ ചെയ്തു. ക്യാബിനറ്റിൽ റാറ്റിഫൈ ചെയ്ത ഒരു കാര്യമാണ് എത്ര ലക്ഷക്കണക്കിന് PPE കിറ്റ് വാങ്ങിയതിൽ
ക്ഷാമകാലത്ത് 15,000 എണ്ണം വില കൊടുത്തിട്ട് കൂടുതൽ വില കൊടുത്ത് വാങ്ങി. എന്നെ ചിലർ വിളിച്ചു ഈ വാർത്ത വന്നപ്പോൾ, കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പെട്ട ചിലർ, ടീച്ചർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, 10 രൂപക്ക് വാങ്ങിയ മാസ്ക് ആ കാലത്ത് ഞങ്ങൾ 100 രൂപക്ക് വാങ്ങിയിരുന്നു, പിന്നെ വീണ്ടും 10 രൂപക്ക് വാങ്ങിയിരുന്നു മാർക്കറ്റിൽ വന്നപ്പോൾ. ഇത്ര മലയാളികൾക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ, നമ്മുടെ നാട്ടുകാർക്ക് അവർക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മീഡിയ ഇപ്പോഴും അറ്റാക്ക് ചെയ്യണം. എൻ്റെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് PP കിറ്റ് വഴി കിട്ടിയ പൈസയൊക്കെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? കമൻസ് വരെയാണേ. ഞാൻ പിന്നെ ഒന്നും മറിച്ച് കമൻസ് ഇടാറില്ല. എവിടെയാന്ന് വെച്ചാൽ കുട്ടികളെ വന്നിട്ട് നിങ്ങൾ എടുത്തോളൂ എന്ന് കമൻസ് ഇട്ടാലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പം നിങ്ങൾ എടുത്തോളൂ മക്കളെ, എവിടെയാന്ന്, ചെറുപ്പക്കാരാണല്ലോ ഈ പോസ്റ്റ് ചെയ്യുന്നത്, അത് എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അങ്ങ് തന്നേക്കാം എന്ന് പറയാനോ. പിന്നെ അത്ര ബാലിശാവാൻ പറ്റൂലല്ലോ നമ്മളെ പോലെ ഇത്രയും പ്രായമുള്ള ആളുകൾക്ക്. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാറില്ല. വേറൊരു പരാതി എന്ന് വേണേൽ പറയാം, അത് ക്രിറ്റിസിസമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. പരാതി എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്തു, അല്ലെങ്കിൽ ടീച്ചർ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്തു. സ്വയംഭരണ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുണ്ടല്ലോ ഇതിനകത്ത് ഒത്തിരി വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും അവർക്ക് വേണ്ടത്ര ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കിട്ടിയില്ല എന്ന്. അതിനെപ്പറ്റി ടീച്ചറിന് എന്താ തോന്നുന്നത്? അങ്ങനെ ആർക്കൊന്നും പരാതി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നോട് ആരും നേരിട്ട് പറയാത്തത് കൊണ്ട് എനിക്കറിയില്ല. അങ്ങനെ ആർക്കും ഫീൽ ചെയ്യേണ്ടതില്ല. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്തു. ബട്ട് ഇതൊരു ആരോഗ്യ പ്രശ്നമാണല്ലോ. അപ്പോൾ ആരുടെ സേ ആണ് ഇതിൽ വരുന്നത്? ഫോർ എക്സാമ്പിൾ, ഈ പ്രശ്നം വന്നപ്പോൾ ചില IAS ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഇത് നല്ലത് മിറ്റിഗേഷൻ മെത്തേഡാണ്, അമേരിക്കയിലൊക്കെ മിറ്റിഗേഷൻ മെത്തേഡാണ് സ്വീകരിക്കുന്നത്, നിങ്ങൾ ആരോഗ്യ വകുപ്പുകാരെന്താ കണ്ടെയ്ൻമെൻറ്റ് മെത്തേഡ് സ്വീകരിക്കുന്നത്? അത് IAS മാത്രമല്ല, പിന്നെ അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് മിറ്റിഗേഷൻ മെത്തേഡ് നമുക്ക് സ്വീകരിച്ചുകൂടാ. മിറ്റിഗേഷൻ മെത്തേഡ് എന്താ? വൈറസിനെ കയറൂരി വിടുക. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. സയൻറ്റിഫിക്കലി ഇറ്റ് ഈസ് കറക്റ്റ്, അത് ശരിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ കയറൂരി വിട്ടാൽ ഈ വൈറസ് ആരിലേക്കൊക്കെ പോവും? ഓൾഡ് ഏജ് പോപ്പുലേഷനിലേക്ക് പോവും. കേരളത്തിൽ ഓൾഡ് ഏജ് പോപ്പുലേഷൻ അത് നമ്മുടെ ലക്കാണ്, അത് നമ്മുടെ ഭാഗ്യമാണ്. കാരണം മൊത്തം പോപ്പുലേഷൻ്റെ 20% വരും. അപ്പോൾ അവരെല്ലാം മിക്കവാറും കോമോർബിഡാണ്. അവർക്ക് ഡയബറ്റിക്കാണ്, ചിലർ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്. അപ്പോൾ ഇത് അവിടെ പോയാൽ അത്തരം ആളുകൾ മരിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യ വകുപ്പിന് ചർച്ച ചെയ്യുമ്പോൾ തോന്നിയത് അവരെ രക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് കണ്ടെയ്ൻമെൻറ്റ് മെത്തേഡ് സ്വീകരിച്ചു. എന്നിട്ട് മറ്റെല്ലാ വകുപ്പുകാരോടും മുഖ്യമന്ത്രി എന്നോട് ഡിസ്കസ് ചെയ്തു ഇക്കാര്യം. ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താ? മുഖ്യമന്ത്രി ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് ഹെൽത്തിൻ്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കുമായിരുന്നു. അതല്ല ഇവരിത് പറയുന്നുണ്ട്, ഇത് നടപ്പിലാക്കി ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, CM ഇങ്ങനെയാണ് വസ്തുത, പ്രായമുള്ളവരൊക്കെ മരിച്ചു പോകും. ശരി, അപ്പോൾ കോർ കമ്മിറ്റി മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ആരോഗ്യ പ്രശ്നമാണ്, നമുക്ക് ആരോഗ്യ വകുപ്പ് പറയുന്നത് കേൾക്കാം. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സ്വീകരിക്കുമ്പോൾ കുറേ പണിയെടുക്കണം. ക്വാറൻറ്റൈൻ നടത്തണം, അതിനുള്ള കെട്ടിടം ഉണ്ടാക്കണം, ആളുകൾ താഴേക്ക് പോകണം മെഡിസിനും കൊണ്ട്, എല്ലാ പഞ്ചായത്ത് നല്ലോണം പണിയെടുക്കണം. ഇതൊക്കെയുണ്ട്. പോലീസുകാരുടെ സഹായം, ക്വാറൻറ്റൈൻ ജമ്പ് ചെയ്യുന്നില്ല എന്ന് പോലീസുകാരുടെ ഹെൽപ്പ് വേണം. ഇതെല്ലാം ഞാനല്ല, ഇത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. എല്ലാവരെയും ഒരുക്കി പോലീസ് നന്നായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ആത്യന്തികമായി ഇത്തരം തീരുമാനം എടുക്കാൻ ആർക്കേ കഴിയുള്ളൂ? ഹെൽത്ത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പിന്. ഇപ്പോൾ സ്വീഡനിലെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിച്ചു, ഇത്രയധികം ആളുകൾ മരിച്ചുപോയത് അതുകൊണ്ടാണ്, കണ്ടെയ്ൻമെൻറ്റ് തുടങ്ങണമായിരുന്നു നേരത്തെ തന്നെ, ഞങ്ങളെ ആരും അനുകരിക്കരുത് എന്ന്. അപ്പോൾ ശരിയായ തീരുമാനം ആരോഗ്യവകുപ്പിന് എടുക്കാൻ സാധിച്ചു. പിന്നെ ഇതൊരു ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് ഇതൊരു ഭൂകമ്പമോ അല്ലെങ്കിൽ പ്രളയമോ ഒക്കെ ആകുമ്പോൾ അവിടെ ആരോഗ്യവകുപ്പിന് ധാരാളം പണിയുണ്ട്. പ്രളയജലം ഒഴുകിപ്പോയാൽ പിന്നെ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കേണ്ട, പകർച്ചവ്യാധി ഇല്ലാതിരിക്കാൻ. പക്ഷേ അന്നേരം ആരോഗ്യവകുപ്പിനെ അല്ല ശ്രദ്ധിക്കുന്നത്, ആരാണ് റെസ്ക്യൂ ചെയ്യുന്നത് അല്ലെ ഈ ഓപ്പറേഷൻ നടത്തുന്നത്, അതാണ്. പക്ഷേ ഇതൊരു പാൻഡമിക് ആയതുകൊണ്ട് തന്നെ അറ്റൻഷൻ എവിടത്തേക്ക് വന്നു? ആരോഗ്യവകുപ്പിലേക്ക് വന്നു. അത് ഞാനായതുകൊണ്ട് മാത്രമല്ല, ചോദിച്ചതിന് ഞങ്ങൾ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു ആരോഗ്യവകുപ്പ്. അത്രേ ഉള്ളൂ അതിൽ. ടീച്ചറെ, പാർട്ടിയുടെ ഇതിലേക്ക് CPM എന്നല്ല പല പാർട്ടിയിലും ഉള്ള ഒരു പ്രശ്നമാണ്, ഒരു മെയിൽ ഷോവിനിസം ഉണ്ട്. ഇപ്പം ബൃന്ദ കാരാട്ട് തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബൃന്ദ കാരാട്ട് ഓൺ ഹെർ ഓൺ എത്രയോ നാളുകളായിട്ട് പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നതാണ്, പാർട്ടിയിൽ നിന്നപ്പുറം ഒരു സോഷ്യലി വർക്ക് ചെയ്യുന്നു, പൊളിറ്റിക്കൽ ലീഡറാണ്. പക്ഷെ എന്നാലും ബൃന്ദ എല്ലാവരും പ്രകാശിൻ്റെ ഭാര്യ എന്നുള്ള നിലയിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മെയിൽ ഷോവനിസം കൊണ്ട് ടീച്ചറിന് വിഷമം തോന്നിയിട്ടുണ്ടോ പാർട്ടിക്കകത്ത്? എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. വൃന്ദയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. വൃന്ദ പറഞ്ഞത്, ബുക്കിൽ പറഞ്ഞത്, വൃന്ദയുടെ ചെറുപ്പകാലത്ത് പാർട്ടിയിലേക്ക് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെയാണെങ്കിൽ പ്രകാശ് കാരാട്ടിൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് എന്നെ അസ്വസ്ഥയാക്കിയിരുന്നു എന്നുള്ളതാണ് വൃന്ദയെ.
വൃന്ദ അത് റിക്കവർ ചെയ്തു വളരെ പെട്ടെന്ന്. ഹെറോൺ ഐഡൻറ്റിറ്റി ഇന്ന് ആരും പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയെ വിളിക്കുന്നു എന്ന് പറയാറേ ഇല്ല. വൃന്ദയാണ് എല്ലാവരും ഇതായിട്ട് കാണുന്നത്. അവരുടെ ഐഡൻറ്റിറ്റി അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്, പാർട്ടിക്കകത്ത് മാത്രമല്ല മൊത്ത സമൂഹത്തിനകത്ത്. അത് സുഭാഷിണി അലിയുടെ പിന്നിലല്ലല്ലോ, സുഭാഷിണി പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള ഒരു ഇടം അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ. ഞാൻ അത്രയൊന്നും എത്തുന്ന ഒരാളല്ല, പക്ഷേ താഴെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പാർട്ടി വർക്കറാണ് ഭാസ്കരേട്ടൻ. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ളൊരിടം അത് സൃഷ്ടിക്കാൻ ഭാസ്കരേട്ടൻ്റെ നല്ല സഹായമുണ്ട്. ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ഘടന ഫ്യൂഡൽ ഘടനയാണല്ലോ. കുടുംബത്തിനകത്ത് അസ്വാസ്ഥ്യം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും മതി എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ നല്ല പിന്തുണ എനിക്ക് കിട്ടി. ഏതറ്റം വരെ രാഷ്ട്രീയ രംഗത്ത് പോകുന്നതിനും വിരോധമില്ല, ഇവിടെ സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് ഞാൻ ഉപയോഗിച്ചു. എന്നാൽ ഒരുപാട് സ്ത്രീകൾ പാർട്ടിക്കകത്തും പുറത്തും ഈ ഒരു ദുരന്തം അനുഭവിക്കുന്നുണ്ട്. ഒന്ന്, കുടുംബത്തിനകത്ത് നീ എന്തായാലും ഒരു സ്ത്രീയാണ്, ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ആര് നിർവഹിക്കും നീ പോയാൽ? അതൊക്കെ നീ ഇവിടെ ഇരുന്നിട്ട് ചെയ്തിട്ട് മിച്ച സമയം കിട്ടുന്നുണ്ട് പൊയ്ക്കോളാൻ. ഇനി പാർട്ടിക്കകത്ത് ചില കമ്മിറ്റികളിലൊക്കെ ഞങ്ങളിപ്പോഴും ലഹള കൂടുകയാണ്. നന്നായിട്ടെല്ലാം ഉത്തരവാദിത്വം എടുക്കാൻ കഴിയുന്ന സ്ത്രീകളുണ്ടായിരിക്കും, പക്ഷേ അതേ തത്തുല്യമായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു പുരുഷനും ഉണ്ടെങ്കിൽ ആരെയാണ് തിരഞ്ഞെടുക്കുക പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക്? അപ്പോൾ പറയല്ല, സ്ത്രീ ആകുമ്പം കുടുംബത്തിലൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അത്രയല്ലേ സമയം, പുരുഷനാകുമ്പോൾ ഫ്രീ ആണല്ലോ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അതുകൊണ്ട് പാർട്ടിക്കകത്തും ഞങ്ങൾ ഈ ആൺകൊയ്മ സമ്പ്രദായത്തിനെതിരെ, അത് സ്ത്രീകൾ മാത്രമല്ല, പാർട്ടി നേതൃത്വവും പാർട്ടിക്കകത്തെ പുരുഷന്മാരും എല്ലാം ചേർന്നുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നന്നായിട്ട് തുടരുകയാണ്. ടീച്ചറെ, കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി പറയുമ്പോൾ കോൺഗ്രസ്സിൽ ഒത്തിരി ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയും, CPM-ലും ഉണ്ട്, പക്ഷങ്ങളുണ്ട്. അപ്പം ടീച്ചറിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത്, ടീച്ചർ ആദ്യം തന്നെ ഒരു പക്ഷവും ചേരാൻ റെഡിയായില്ല എന്നുള്ള, അങ്ങനെ ഒരു പക്ഷവും ചേരാത്തത് കൊണ്ട് ടീച്ചറിൻ്റെ വളർച്ചയിൽ തടസ്സങ്ങളുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിൽ എത്തില്ലായിരുന്നല്ലോ. അപ്പോൾ CPM-ലെ പക്ഷം ഒരിക്കലും ഇങ്ങനെ ഏതെങ്കിലും വ്യക്തിയുടെ ചുറ്റും ആ വ്യക്തിയെ നേതൃസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി അണിനിരക്കുന്നൊരു പക്ഷമല്ല. ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ പറയുമ്പോൾ ചിലർ അവർക്കിഷ്ടപ്പെട്ട പക്ഷത്തേക്ക് അവരഭിപ്രായം പറയാറുണ്ട്. പക്ഷെ അതൊരിക്കലും പാർട്ടിക്ക് വെളിയിൽ പോകരുതെന്ന് കർശനമായി നിർദ്ദേശിക്കുന്ന പാർട്ടിയാണ് CPIM. എന്നാൽ അപൂർവം ചില സമയത്ത് ഒരു കാലഘട്ടത്തിൽ വമ്പിച്ച വിഭാഗീയത ഉണ്ടായല്ലോ. ആ വിഭാഗീയത പുറത്തേക്ക് വന്നു, പാർട്ടിയുടെ വെളിയിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്ക് നല്ല വിഷമമുണ്ടായി. പല ജില്ലകളിലും പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വിഷമമുണ്ടായി. പാർട്ടിയെ വല്ലാണ്ട് വിഷമിപ്പിച്ചു അത്. അപ്പോഴാണ് പാർട്ടി വിഭാഗീയത അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് എന്തും പറയാം, അഭിപ്രായം, ആരെയും വിമർശിക്കാം, ഏത് നമ്മുടെ തത്വശാസ്ത്രം അതിനകത്ത് പറയാം. പക്ഷേ അത് പാർട്ടിക്ക് വെളിയിലല്ല. കൂട്ടായിട്ടൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ എല്ലാവരും നിൽക്കുക എന്നുള്ളതാണ് CPM-ൻ്റെ പോളിസി. ഇപ്പോൾ ലിസ് പറഞ്ഞതുപോലെ ഒരു വലിയ വിഭാഗീയത ഇങ്ങനെ നേളിച്ചു വന്നു, ചിലരെല്ലാം ചിലരുടെ ഭാഗത്താണ് എന്നൊക്കെ തോന്നിക്കുമ്പോൾ, ഞാൻ താഴെ ഘടകത്തിൽപ്പെട്ട ഒരാളാണ്. എന്നെ സംബന്ധിച്ച് പാർട്ടി നിർദ്ദേശിച്ച ശീലമായിരുന്നു വലുത്. അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് പാർട്ടി ഘടകത്തിൽ പറയാം, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനം പാർട്ടിക്കകത്തെടുക്കുക. ഞാൻ ഇന്ന തീരുമാനം എടുത്തു, ഞാൻ ഇന്നതാണ് ചെയ്തത് എന്ന് പുറത്ത് വിളിച്ച് പറയാതിരിക്കുക. ഞാൻ പാർട്ടിക്കകത്ത് വളരെ ചെറിയ സ്ഥാനത്താണെങ്കിലും അത് പരിപൂർണമായി പാലിക്കാൻ എൻ്റെ പാർട്ടി ജീവിതത്തിനകത്ത് കഴിഞ്ഞു എന്നുള്ളതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. പിന്നെ അങ്ങനെയുണ്ട്, ഞങ്ങൾ മഹാഭൂരിപക്ഷം പേരും അങ്ങനെയാണ്. പക്ഷെ അപൂർവം ചിലർ അതല്ലാതെ അഭിപ്രായപ്പെട്ടു പോയിട്ടുണ്ടാകാം. അങ്ങനെ കുറേ പേര് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി, കുറേ പേര് ഇതിനകത്ത് തന്നെ കറക്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനം വലിയ സന്തോഷം പകരുന്നതായിരുന്നു. അങ്ങനെയുള്ള യാതൊരു വിഭാഗീയ ചർച്ചകളും ഞങ്ങളുടെ സമ്മേളനത്തിൽ ഉണ്ടായില്ല. പൂർണ്ണമായും പാർട്ടി സംഘടനയിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒതുങ്ങി നിൽക്കുന്ന ശക്തമായ ചർച്ചയുണ്ടായി. ടീച്ചറിൻ്റെ ജീവിതാനുഭവങ്ങളെ പറ്റി പുസ്തകത്തിൽ പറയുമ്പോഴും ടീച്ചറിൻ്റെ കുടുംബത്തിൽ പലരും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നവരും പാർട്ടിക്കകത്ത് വർക്ക് ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചർക്ക് അപ്പം ടീച്ചർ അതിനെപ്പറ്റി വളരെ ടീച്ചർ പറയുന്നുണ്ട്, അഭിമാനം ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, പല ഒരു ഇമോഷൻ ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? അന്ന് ടീച്ചർക്ക് ഉണ്ടായിരുന്ന ആ അഭിമാനം അല്ലെങ്കിൽ ആ ഒരു തുടിപ്പ് ഇപ്പോഴും ടീച്ചർക്ക് പാർട്ടിയുടെ കാര്യം വരുമ്പോൾ തോന്നാറുണ്ടോ? ഉറപ്പായിട്ടും ഇന്ന് അതിനേക്കാൾ കൂടുതൽ. കാരണം എന്താ, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരുപാട് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടാകാം. പാർട്ടി ഇപ്പം 2 സംസ്ഥാനങ്ങളിലും ഭരണം നഷ്ടപ്പെട്ടു, ബംഗാളിലും ത്രിപുരയിലും. കേരളത്തിലാണെങ്കിൽ വലിയ അറ്റാക്കാണ് ഞങ്ങൾ സഹിക്കുന്നത്. പക്ഷേ എന്താ സംഭവം, ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി നോക്കൂ.
ഞങ്ങളെല്ലാം പാർട്ടിയാകുന്നത് മാർക്സിസം ലെനിനിസം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. കാൾമാർക്സും എംഗൽസും പറഞ്ഞത് ഈ ഭൂമിയിൽ കഷ്ടപ്പാടുണ്ടാകുന്നത് ഒരു ദൈവത്തിൻ്റെയും വിധിയല്ല. ദൈവങ്ങളെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ദൈവവും വിധിക്കില്ലല്ലോ. ഒരു കൂട്ടർ പട്ടിണി കിടന്ന് മരിക്കട്ടെ, യുദ്ധത്തിൽ കരിഞ്ഞു ചാവട്ടെ, മറ്റൊരു കൂട്ടർ ഒരു ദൈവവും അങ്ങനെ വിധിക്കില്ലല്ലോ. എന്താ കാരണം? ഇവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്പാരിറ്റീസാണ്. ഒരു വിഭാഗം മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന വിഭാഗം, ഒരു വിഭാഗം ചൂഷണം അനുഭവിക്കുന്നവർ. ഈ രണ്ട് വർഗ്ഗങ്ങളെ മനുഷ്യ സമൂഹത്തിലുള്ള, വേറെ ജാതി മതമൊന്നും പ്രശ്നമല്ല. ഇതിൽ ചൂഷണം ചെയ്യുന്ന വിഭാഗം തടിച്ചു കൊഴുത്ത് വളർന്ന് മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളൊക്കെ ആയിട്ട് മാറി. ചൂഷണത്തിന് വിധേയരാവുന്ന വിഭാഗം പട്ടിണിയും യുദ്ധവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് പെടഞ്ഞു മരിക്കുന്ന മനുഷ്യരായിട്ട് മാറി. അതാണ് ചൂഷിതവർഗവും ചൂഷകവർഗവും. അപ്പോൾ ഈ വർഗവിഭജനം എന്ന് അവസാനിക്കുന്നുവോ അന്ന് മാത്രമേ മനുഷ്യർക്ക് സമന്മാരായി കാണാൻ പറ്റുള്ളൂ. അന്ന് മാത്രമേ പട്ടിണിയും ദാരിദ്ര്യവും അവസ്ഥ. ഇതാണ് കമ്മ്യൂണിസം, ഇതാണ് മാർക്സിസം. അത് അതേപടിയാണ്. അത് തീർച്ചയായിട്ടും അന്നത്തെക്കാൾ ശക്തമായിട്ട്. കാരണം ഇന്ന് ലോകത്തൊരു വലതുപക്ഷ വ്യതിയാനം ഉണ്ടാവുകയാണ്. തീവ്ര വലതുപക്ഷ ചിന്താഗതികൾ ലോകരാഷ്ട്രങ്ങളിൽ. കാരണം പണം കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആളുകളുടെ തീരുമാനങ്ങൾ മനുഷ്യത്വപൂർണ്ണമല്ലാതെ വരും. അമേരിക്കയിലെ ട്രംപ് നോക്കൂ, യാതൊരു ദയയുമില്ലാതെ ആ പലസ്തീൻ്റെ ഗാസ ചിന്ത് പിടിച്ചെടുത്തിട്ട് ഞങ്ങൾ അവിടെ ഗാർഡൻ ഉണ്ടാക്കും, നിങ്ങളെല്ലാം പോണം അവിടെ ബോംബിട്ട് കരിക്കാൻ ഇസ്രയേലിന് സഹായിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ദുഷ്ടചിന്ത ആർക്കേ ഉണ്ടാവുള്ളൂ? ചൂഷണം മാത്രം വിശ്വസിക്കുന്ന ഈ മുതലാളിത്ത വിഭാഗത്തിന്. അത് കൂടി വരുമ്പോൾ പരിഹാരം ഒന്നേ ഉള്ളൂ, അത് സോഷ്യലിസമാണ്. നത്തിങ് എൽസ്. സോഷ്യലിസത്തിൻ്റെ പ്രസക്തി മറ്റൊന്നത്തേക്കാൾ കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ആ സോഷ്യലിസത്തിലേക്ക് ആളുകളെ ആകർഷിക്കത്ര എളുപ്പമല്ല. കാരണം ഈ മുതലാളിത്തത്തിൻ്റെ പ്രചരണ മാധ്യമങ്ങൾ കേട്ടില്ലേ, അത് വമ്പിച്ച തോതിൽ ഇപ്പോൾ പണം കൊടുത്ത് വാർത്തയുണ്ടാക്കുക, ഒരാളെ മനഃപൂർവ്വം ക്രൂശിക്കുക. ഇപ്പോൾ പി കിറ്റിൻ്റെ കാര്യത്തിൽ ഈ പാവപ്പെട്ട എന്നെ ഉപദ്രവിക്കാൻ എത്ര വാർത്ത കൊടുത്തു. ഞാൻ ആരാ യഥാർത്ഥത്തിൽ? ഇവിടെ താഴെ ഉള്ള ഒരു ആൾ. പക്ഷേ എനിക്ക് അതുമൂലം ഉണ്ടാകുന്ന മനപ്രയാസമോ അതിലെ സത്യസന്ധത ഇല്ലായ്മയോ ഒന്നും പരിശോധിച്ചിട്ടല്ലല്ലോ അത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോലാഹലങ്ങളുടെ ഇടയിൽ സോഷ്യലിസമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ വരുമ്പോഴേ ഈ ചൂഷണം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. വേറെ മാർഗ്ഗമൊന്നുമില്ല സോഷ്യലിസം അല്ലാതെ. ഇന്ത്യൻ ഭരണഘടനയിലും എഴുതി വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു പ്രായമായതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ വിശ്വാസമാണ്, പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ആശയത്തോട് സ്നേഹമാണ്. ഒരിക്കൽ പോലും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയതിൽ നിരാശ തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആകാതിരുന്നെങ്കിൽ ഞാനൊരു സാധാരണ മനുഷ്യനായി ജീവിച്ച് മരിച്ചു പോവുമായിരുന്നു. ഇത്രയെങ്കിലും എന്നെപ്പോലെ ആയിരങ്ങൾ പതിനായിരങ്ങളുണ്ട് ചെയ്യാൻ സാധിച്ചതിലുള്ള ആത്മാർത്ഥ സന്തോഷമാണ് ഈ പ്രായത്തിൽ എൻ്റെ മനസ്സിലുള്ളത്. ടീച്ചറിൻ്റെ PPE കിറ്റ്, അതിനകത്ത് അത് മാത്രമല്ല പല പേരുകൾ ഉപയോഗിച്ച് ടീച്ചറെ കളിയാക്കാറുണ്ട്. അപ്പോൾ ടീച്ചർക്ക് വിഷമം തോന്നുമോ? അത് ഭയങ്കര രസമല്ലേ. ആദ്യം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാണുമ്പം. കാരണം എനിക്ക് അധികം വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളല്ല ഞാൻ ജീവിതത്തിൽ. അത് വീട്ടിൽ നിന്നായാലും ശരി, സ്കൂളിൽ നിന്നായാലും ശരി, സെൻസിറ്റീവാണ്. എന്തുകൊണ്ടോയെന്നറിയില്ല, എന്നെ അധികം ആളും പരിഹസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വല്ലാത്ത മോശമായിട്ട് കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് കുറ്റമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പാവം പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം. പക്ഷേ മന്ത്രിയായപ്പോൾ ഈ സ്ഥിതിയൊക്കെ മാറിയല്ലോ. വളരെ നിസ്സായമായ കാര്യത്തിന് വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അത് ചെറിയ വിഭാഗമാണ്. ഫോർ എക്സാമ്പിൾ പിന്നെ ഞാനൊരു കണ്ണട, ഒരു 10-28,000 റുപ്യേൻ്റെ ഒരു കണ്ണട അന്ന് മന്ത്രിയായപ്പോൾ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ 2 കണ്ണിനും പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത്തിരി നല്ല ലെൻസ് നിരന്തരമായി ഫയലൊക്കെ നോക്കേണ്ടതാണ്. അപ്പോൾ ഒരു നല്ല അത് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് പൈസ അധികം. ഇവിടെ ലെൻസ് ആൻഡ് ഫ്രെയിംസ് പോയപ്പോൾ അവർ പറഞ്ഞു സാധാരണ ഒറ്റ ഗ്ലാസ് ആണെങ്കിൽ പൈസ കുറഞ്ഞ് കിട്ടും. ഇത് അവർ ബോംബെയിൽ എവിടെയോ കൊണ്ടുപോയി ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരും. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അപ്പോൾ എനിക്ക് അത്ര പൈസേൻ്റെ കണ്ണടയൊന്നും ഞാനിതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ടീച്ചർ മറ്റേ ലെൻസ് എടുത്താൽ ഓരോ വർഷവും കണ്ണട മാറ്റണം, ഇതെടുത്താൽ നിങ്ങൾ മന്ത്രിസ്ഥാനം അവസാനിക്കുന്നവരെ കണ്ണട ഇടാമെന്ന് പറഞ്ഞു. എന്നാൽ ഇരിക്കട്ടെ, ഒരിക്കൽ മുടക്കുന്നത് ഗവൺമെൻറ് റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട് കണ്ണടക്ക്. അതൊന്നും നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ കെട്ടിവെച്ച കോടീശ്വരിയൊന്നുമല്ല, അതൊന്നും വേണ്ട എൻ്റെ അടുത്തുണ്ട് എന്ന് പറയാൻ. ആ കണ്ണട വാങ്ങിയിട്ടതിന് നിങ്ങളുടെ പോലെ ലിസിനെ പോലെ യുവതിയായിട്ടുള്ളൊരു പത്രപ്രവർത്തക ഒരു ചാനലിലിരുന്നിട്ട് എന്നെ ആക്രമിക്കുകയാണ്. KK ശൈലജ 28,000 രൂപയുടെ കണ്ണടയിട്ട് നടക്കുന്നു. അത് കഴിഞ്ഞ് ആരോ വേറെന്തോ ഒരു ചോദ്യം ചോദിച്ചു. അടുത്ത സെക്കൻഡിൽ KK ശൈലജ 50,000 രൂപയുടെ കണ്ണടയാടിയിരുന്നത് നിങ്ങൾക്കറിയാമോ? ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ഉടനെ വിളിച്ചോ കുട്ടിയെ, അല്ല കുട്ടി തുടങ്ങും 28,000 ആയിരുന്നു. അടുത്ത സെക്കൻഡിൽ ആ ഷോയിൽ തന്നെ എങ്ങനെയാണ് 50,000 ആയത്? സോറി ടീച്ചർ, അതൊരു സ്ലിപ്പ് ഓഫ് ദി ടങ് ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്ലിപ്പാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ക്യാരക്ടർ, ഞാൻ എൻ്റെ ക്യാരക്ടറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ. നിങ്ങൾ പലരും അങ്ങനെയാണല്ലോ. എനിക്ക് വേറൊന്നും ലാഭമില്ല, എൻ്റെ സ്വഭാവം നന്നായിരിക്കണം എന്നൊരു ധാരണ എനിക്കുണ്ട്. പിന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മോശമായി കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ശരിക്കും വിഷമായി. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ
സീസർ അമ്മ എന്ന് വിളിച്ചിട്ട് കളിയാക്കും ചിലർ. ടീച്ചർ അമ്മ എന്ന് ചിലർ വിളിക്കുന്നുണ്ടല്ലോ. രാജകുമാരി എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പിന്നെ കോവിഡ് റാണി അത് കാലക്കേട്ടിന് ആ ഗാർഡിയൻ പത്രം ഞാൻ അറിയില്ല. അവരെന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഇങ്ങനെ ഒരു ഹെഡിങ് അവർ കൊടുക്കുന്ന സ്വപ്നേ ഞാൻ കരുതിയിട്ടില്ല. ഇന്റർവ്യൂ ചെയ്തു, ഞാൻ പറയുന്നതെല്ലാം കേട്ടു. അപ്പോൾ കെ ശൈലജ കേരളാസ് കൊറോണ വൈറസ് സ്ലെയർ റോക്ക് സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ എന്ന് കൊടുത്തു. അപ്പോൾ റോക്ക് സ്റ്റാർ എന്ന് കണ്ടിട്ട് ചിലർ വെച്ച് റോക്ക് ഡാൻസറാണെന്ന അത് കളിയാക്കി ചിലർ. ഞാൻ അതിനൊന്നും ചെവി കൊടുക്കാൻ പോയില്ല. അങ്ങനെയുള്ള അതൊന്നും വിഷമം ഉണ്ടാക്കത്തില്ല. പിന്നെ അത് ഇല്ല, ഇപ്പം തീരെ ഇല്ല. ഞാൻ പറഞ്ഞ അത് ചെറിയൊരു വിഭാഗമാണ്, ഒരുപാട് ആളുകളൊന്നുമല്ല. പിന്നെ ഒന്ന് തമാശ, ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ കോവിഡ് കാലത്ത് എനിക്ക് അമേരിക്കയിൽ നിന്ന് ചില കോള് വന്നതിനെക്കുറിച്ച് പറഞ്ഞു. മലയാളി നേഴ്സുമാരെല്ലാം വിളിച്ചിരുന്നു, മേഡം ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ പോകാൻ ഒരു കയ്യൂറ പോലും കിട്ടുന്നില്ല. അമേരിക്കയിൽ മരിച്ചു വീഴാണല്ലോ ആളുകൾ. എന്തൊരു മരണം മരിച്ചത്, ഇപ്പം എല്ലാവരും മറന്നുപോയി കേട്ടോ. അപ്പോൾ ഒരു കയ്യൂറ പോലും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ കുറച്ച് വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഞങ്ങൾക്കുണ്ട്, ഇവിടുന്ന് കൊടുത്തേക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. പിന്നെ ഒരു കുടുംബം വിളിച്ചിട്ട് ഞങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും കിട്ടുന്നില്ല, അവിടെ ഹോസ്പിറ്റൽ നമ്മളെപ്പോലെ കാണുന്ന ഹോസ്പിറ്റൽ ഓടി കയറാനൊന്നും പറ്റില്ല. അമേരിക്കയിൽ UK നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു അയ്യോ ഇവിടുന്ന് എങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഡോക്ടർമാരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഞങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് അമേരിക്ക കിട്ടണമെന്നില്ല, എന്നാലും ഇന്നൊക്കെയാണ് ഞങ്ങൾ തൽക്കാലം ശ്വാസതടസ്സത്തിനൊക്കെ കൊടുക്കുന്നത്. കോവിഡിന് വേറെ മരുന്നൊന്നും ഇല്ലല്ലോ. അവർക്കത് ഫലിച്ചോ ഇല്ലോ എന്നല്ല. ഇത് എവിടെയോ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ USA പോലും കോള് വന്നിരുന്നു. അപ്പോൾ ചിലപ്പോൾ ചിലർ കളിയാക്കി, പണ്ടെന്നോ ഞാൻ പറഞ്ഞതാ ഇന്ന് അമേരിക്കയിൽ നിന്ന് കോളൊന്നും വന്നില്ലേ അമ്മച്ചി. ഓക്കെ, ആലോചിച്ച് നോക്കിയട്ടെ. ഇങ്ങനെയാണ് അത്. അത്ര വികലമായ മനസ്സിൻ്റെ ഉടമകളായ കുറച്ച് പേര്, സ്ഥിരമായിട്ടൊരു കൂട്ടരാണ്. അല്ലാതെ ഇത്തിരി വിദ്യാഭ്യാസവും അറിവും നല്ല പക്വതയുള്ള ഒരാളും അങ്ങനെ കമൻറ്റ് ചെയ്യില്ല. ടീച്ചറെ, നമ്മൾ ഇവിടെ പൊളിറ്റിക്കലി വളരെ വോളറ്റൈലാണ് ഡൽഹിയിൽ ഒരു സിറ്റുവേഷൻ. പക്ഷേ എന്നാൽ തന്നെയും ചില പിക്ചേഴ്സ് ഉണ്ട് നമ്മൾ ഡൽഹിയിലെ രാഷ്ട്രീയത്തെ പറ്റി ഓർക്കും. ഉദാഹരണത്തിന് വിമൻസ് ബില്ല് ഇത് കഴിഞ്ഞപ്പോഴും സുഷമ സ്വരാജും സോണിയാഗാന്ധിയും കൈപിടിച്ചുകൊണ്ട് വന്ന് വിമൻ MP-മാരെല്ലാവരും കൂടി. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ എനിക്ക് ഓർമ്മയേ ഇല്ല. അതെന്തുകൊണ്ട്? അങ്ങനെ ഒരു ബന്ധമില്ലേ പാർട്ടികൾക്കപ്പുറം? ഞാൻ അസംബ്ലിയിൽ വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോഴെനിക്ക് തോന്നുന്നു ആ ബന്ധം കുറഞ്ഞു വരികയാണെന്ന്. ലിസ്, അങ്ങനെ ഒരു ബന്ധം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന്. ഞാനിപ്പോഴും അവരുമായിട്ട് നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഭരണപക്ഷത്തേ ഇരുന്നിട്ടുള്ളൂ, ഇതൊരു പ്രതിപക്ഷത്ത് ഇരുന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അസംബ്ലിയിൽ വരുമ്പോൾ ആൻ്റണി സാറുണ്ട് അസംബ്ലിയിൽ, AK ആൻ്റണി. അപ്പോൾ ഞാനൊരു ദിവസം ഒരു പ്രസംഗം നടത്തി കോൺഗ്രസിനൊക്കെ നന്നായി വിമർശിച്ച്. ഞാൻ പുതിയ ആളാണല്ലോ, പഴയ അസംബ്ലിയിലായിരുന്നു, പഴയ അസംബ്ലി ഹൗസിൽ. അതെ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ആൻ്റണി സാർ പതുക്കെ അവിടെ നിന്ന് നടന്നിങ്ങനെ വരുന്ന കാണുന്നൊരു ചെറിയ വഴിയേ ഉള്ളൂ, അതിലെ കൂടെ നടന്നു വരാൻ. ഇപ്പോഴത്തെ പോലെ ഒരു വലിയ ഒരു കെട്ടിടമല്ലല്ലോ. എന്നോട് വന്നിട്ട് പറഞ്ഞു, കാര്യം എൻ്റെ പാർട്ടിയാണ് മുഴുവൻ പറഞ്ഞതെങ്കിലും പ്രസംഗം നന്നായിരുന്നു കേട്ടോ. നല്ലൊരു ബന്ധമാണത്. അതുപോലെ അവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രായം ചെന്ന തലമുറയിൽപ്പെട്ട് ഇപ്പോൾ ഈവൻ EK നായനാർ എല്ലാവരോടും അവർ ബന്ധം വെക്കാറുണ്ടായിരുന്നു. അത്ര അഗ്രസീവല്ല, വിമർശിക്കുമായിരുന്നു. പക്ഷേ പേഴ്സണലായിട്ട് നമ്മളെ വല്ലാതെ മോശം വാക്കുകൾ ഉപയോഗിച്ച് കളിയാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല 1996, 2001 കാലഘട്ടത്തിൽ. അഴിമതി ആരോപണമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ കള്ളീന്ന് വിളിക്കുക അല്ലെങ്കിൽ പേഴ്സണൽ അറ്റാക്ക് അത് വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് സമൂഹം പൊതുവേ സമൂഹത്തിൽ ഈ മുതലാളിത്ത ഉപഭോഗ സംസ്കാരത്തിൻ്റെ വൃത്തികേടുകൾ വന്ന് നിറയുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ അസംബ്ലിക്കകത്തുള്ള സംസ്കാരവും മാറിപ്പോകുന്നു എന്നൊരു ഭയം ശരിക്കുണ്ട്. അങ്ങനെയുള്ള അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്ര ഒരു ഉള്ളഴിഞ്ഞ ബന്ധം. എന്നാലും ഇപ്പം എനിക്ക് കോൺഗ്രസ്സിലെയും മുസ്ലിം ലീഗിലെ എല്ലാം ഒരുപാട് സുഹൃത്തുക്കൾ, അവർ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അവിടുന്ന് വിമർശിക്കും. എന്നാൽ ചെറുപ്പക്കാരിൽ കുറച്ച് പേര് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്നവരുണ്ട്. അവന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും അങ്ങനെ പറയുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അവരെ വിമർശിക്കുമ്പം. അപ്പോൾ അതിന് പ്രതികരണമായിട്ട് ചിലപ്പോൾ അതുപോലും പറയരുത് എന്നാണ് ഞങ്ങളൊക്കെ കൊടുക്കുന്ന നിർദ്ദേശം. ശക്തമായി പറയാം, പക്ഷെ മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കണം. അതിന് പക്ഷേ CPM-ൻ്റെ നമ്മൾ പറയും CPM-ൻ്റെ ട്രോളും
എല്ലാവർക്കും ഉണ്ട് ട്രോൾ ആർമി എന്ന് ഞങ്ങൾ പറയും. ആരും മോശമല്ലാത്ത രീതിയിലാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അറ്റാക്ക്. അത് ഈ ടീച്ചർ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായി മാറി. ടീച്ചർ അതുപോലെ തന്നെയാണ് ഈ കേരളത്തിൽ ഇപ്പം ഡൽഹി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഒരു ന്യൂ സ്റ്റേറ്റാണ്. പക്ഷേ ഡൽഹിക്ക് 3 വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും കേരളം ലിറ്ററസി റേറ്റിൽ മുകളിലാണ്, പ്രോഗ്രസീവ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു. പക്ഷേ വളരെ വലിയ ശക്തരായ വനിതാ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഗൗരിയമ്മയുണ്ടായിരുന്നു, സുശീലാമ്മയുണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഉണ്ട്. ഞാൻ പറയാൻ വരുമായിരുന്നു. മേഴ്സി രവി, ഇവർക്കൊന്നും ഒരു പരിധി കവിഞ്ഞ് മേളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇപ്പം കോൺഗ്രസിനെ നോക്കുവാണെങ്കിൽ, സ്റ്റേജിലിരുത്തുവാണെങ്കിൽ എത്ര നേതാക്കന്മാരുണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിലെ എല്ലാവരെയും പിടിച്ച് ഇരുത്തുവാണെങ്കിൽ വലിയൊരു പിക്ചർ എനിക്ക് ഓർമ്മയുണ്ട്. സോണിയാഗാന്ധി മാത്രം, ബാക്കി എല്ലാവരും ആണുങ്ങൾ. ഒരു 10-50 പേരുണ്ടായിരുന്ന ഒരു ഡയസിൽ ഒരു സ്ത്രീ. അതെന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ സ്ത്രീകൾക്ക് ഒരു എപ്പോഴും ഒരു ഗ്ലാസ് സീലിംഗ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് മുഖ്യമന്ത്രി പദം അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് രണ്ടാമത് പറയാം. പൊതുവേയുള്ള ഈ അപ്പിയറൻസിൽ ഞങ്ങളുടെ പാർട്ടിക്കകത്തും പറയാറുണ്ട്. ഇപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ, പിന്നെ മഹിളാ അസോസിയേഷൻ ഒഴികെയുള്ള മറ്റ് ബഹുജന സംഘടനാ നേതാക്കളൊക്കെ പുരുഷന്മാരായിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ അടുത്ത കാലത്ത് അത് മാറി. KSTA പ്രസിഡൻ്റായിട്ട് ബദറുന്നീസ വന്നല്ലോ. അവരിപ്പോൾ ആ കാലാവധി കഴിഞ്ഞ് രണ്ടാമത് വന്നൊരു പുരുഷനാണ്. പക്ഷേ ബദറുന്നീസ വന്നു, പിന്നെ AKBനെ പോലുള്ളവർ അതിൻ്റെ ട്രഷററായിട്ട് വന്നു. അതുപോലെ നിരവധി സംഘടനകളിൽ സ്ത്രീകൾ പ്രധാന ഭാരവാഹികളായിട്ട് വന്നു തുടങ്ങി അടുത്ത കാലത്തായിട്ട്. കുറച്ച് മുമ്പേ വരെ അങ്ങനെ നമ്മൾ സ്റ്റേജിൽ പലപ്പോഴും ഇരുത്തുകയാരെയാണ് ഒരു സംഘടനയുടെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ. ആ സെക്രട്ടറിയും പ്രസിഡൻറ്റും നോക്കുമ്പോൾ ആകെ മഹിളാ അസോസിയേഷൻ്റെ സെക്രട്ടറിക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ സ്ഥലമുള്ളൂ. ബാക്കിയുള്ള സെക്രട്ടറിമാരെല്ലാം പുരുഷന്മാരായിട്ട് വരുമ്പോഴാണ് സ്റ്റേജിൽ പങ്കാളിത്തം കുറയുന്നത്. അങ്ങനെയാണെങ്കിലും പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ സഹഭാരവാഹിയായിട്ടുള്ള സ്ത്രീയെങ്കിലും അവിടെ ഇരുത്തണം എന്ന് ഞങ്ങൾ പറയാറുണ്ട്. കാരണം പുറമേ നിന്ന് നോക്കുന്ന ഒരു സമൂഹം നോക്കുക, സ്റ്റേജിൽ ഇത്രയും പുരുഷന്മാരുടെ ഇടയിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്കിരിക്കുന്നു എന്ന ഫീലിംഗ് ഇല്ലാതിരിക്കാൻ പൊതുസമൂഹത്തിന് തോന്നണമല്ലോ ഇതിനകത്തൊരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുള്ളത്. അത് ഞാനായാലും ശ്രീമതി ടീച്ചറായാലും ഒക്കെ ശക്തമായിട്ട് പറയാറുണ്ട് ഇതിൻ്റെ അകത്ത്. അതിപ്പോൾ കുറേ നടപ്പിലായി വരുന്നുണ്ട് കുറേശ്ശെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ എണ്ണം കൂടി, ലോക്കൽ സെക്രട്ടറിമാരുടെ എണ്ണം കൂടി, 3 ഏരിയ സെക്രട്ടറിമാർ വന്നു. ഇനി ഭാവിയിൽ ജില്ലാ സെക്രട്ടറിമാർ വന്നേക്കാം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. വരാതിരുന്നതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ഈ സമൂഹം പഴയ ഫ്യൂഡൽ കെട്ടുബന്ധങ്ങൾ പൂർണ്ണമായും വിട്ടിട്ടില്ല. കുറേ അന്ധവിശ്വാസം, അനാചാരമൊക്കെ മാറി. കേരളത്തിൽ സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, പല മേഖലകളിലും അവർ വിന്യസിക്കപ്പെട്ടു. പക്ഷേ വീട്ടിൻ്റെ ഉത്തരവാദിത്തം അതിപ്പോഴും കൺസെപ്റ്റ് എന്താ? സ്ത്രീകളുടേതാണ്. അവരാണ് വീട് നോക്കി കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അവർ മുഴുവൻ സമയം പുറത്തൊക്കെ പോയാൽ കുട്ടികൾ ചീത്തയായി പോകുന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ നല്ല രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കൾ നന്നായിട്ട് വളർന്നു വരികയും വീട്ടിൽ പിടിച്ചിരുത്തി കുട്ടികളെ നോക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളുടെ മക്കൾ അല്ലേ. ഇന്നലെ ഒരു അമ്മ കണ്ടില്ലേ, മകനെക്കുറിച്ച് പോലീസല്ലേ എത്ര കരളുരുകിയിട്ട് അവരത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇത് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതല്ല, ഇത് സമൂഹത്തിലുണ്ടാകുന്ന ദോഷവുമായി ബന്ധപ്പെട്ടതാണ്. അത് പൊളിറ്റീഷ്യന്മാരുടെ കുടുംബത്തിലല്ല വരുന്നത്, അവിടെയും വരാം, അവിടെ മറ്റുള്ളിടത്തും വരും. ഇതൊന്നും കാണാതെ സ്ത്രീകൾ അങ്ങനെ കുറേ ഒതുങ്ങി. അതുകൊണ്ട് എന്താ, മെയിനായിട്ടുള്ള ഉത്തരവാദിത്തം എടുക്കാൻ സ്ത്രീകൾ മടിച്ചു. ഇപ്പോൾ ഒരു സെക്രട്ടറി ആവാൻ പറഞ്ഞാൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രീകൾ പറയും വേണ്ട ഞാൻ കമ്മിറ്റിയിൽ നിന്നോളാം, എന്നെ സെക്രട്ടറി ആക്കരുത് എന്ന് പറയുന്ന അസംഖ്യ സ്ത്രീകളുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ്, അപ്പോൾ അതൊരു സൗകര്യമായിട്ട് പുരുഷന്മാർ കരുതുകയും ചെയ്തു, അവരുടനെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. അങ്ങനെ വന്നപ്പോഴാണ് ആരെ എടുക്കണം മേലേക്ക് എന്ന് ചിന്ത വരുമ്പം ഒരു പ്രധാന ഭാരവാഹിയെ ഒഴിവാക്കിയിട്ട് താഴെ നിൽക്കുന്ന ഒരു സ്ത്രീയെ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു പലയിടത്തും. അത് മാറ്റിയെടുക്കണം. ഞങ്ങൾ സ്ത്രീകളോട് തന്നെ പറയുകയാണ്, നിങ്ങൾ മുന്നോട്ട് വരണം, പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എടുക്കണം, അപ്പോഴല്ലേ നിങ്ങൾക്ക് സ്റ്റേജ് പങ്കിടാൻ പറ്റുള്ളൂ. അതിപ്പോൾ അനുസരിച്ച് തുടങ്ങിയിട്ടുണ്ട്, സ്ത്രീകൾ മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി വ്യത്യാസം അടുത്ത വർഷങ്ങളിൽ ഉണ്ടാവും. മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് കൽപ്പിച്ചു കൂട്ടി ഒരു സംവരണ സീറ്റായിട്ട് ഇനി ഒരു സ്ത്രീ ഇരിക്കട്ടെ എന്ന് പറയേണ്ടതല്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ലാലു പ്രസാദ് ജയിലിലായപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതെല്ലാം അദ്ദേഹത്തിന് തന്നെ കൈകാര്യം ചെയ്യണം. അപ്പോൾ റാബ്രി ദേവിയുണ്ട്. റാബ്രി ദേവി ആക്കുമ്പം പലരും എന്താ പറഞ്ഞത്, അയ്യോ അല്ലേ എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർ വലിയ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ മിന്നിത്തിളങ്ങാത്ത ആ സ്ത്രീ ലാലു പ്രസാദ് എങ്ങനെ കൊണ്ടുപോയോ അതുപോലെ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീക്ക് വയ്യാണ്ടൊന്നുമില്ല. ഇനി കേരളത്തിൽ ഞങ്ങളെയൊന്നും ആരും നിഷേധിച്ചതല്ല. ഞങ്ങൾ പാർട്ടി കമ്മിറ്റി ചേർന്ന് ഈ സിറ്റുവേഷനിൽ ആരാണ് നമുക്ക് ഏറ്റവും ഉതകുന്നത്, മിക്കവാറും അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പുരുഷ നേതാക്കന്മാർക്കാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഇപ്പം, അത് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് കൂടെ, അത് മാത്രമല്ല പാർട്ടി പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുമുണ്ട്.
പക്ഷേ ഇപ്പം അങ്ങനെ ഒരു ചർച്ച നടക്കണമെന്ന് ഞങ്ങൾക്കും തോന്നിയിട്ടില്ല. കാരണം അതൊരു സാധനമല്ലേ ഉള്ളൂ. അതേസമയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് MLA കൂടുതൽ സീറ്റിൽ മത്സരിപ്പിക്കണം, കൂടുതൽ MLA വരണം, ധാരാളം MLA വരും, ധാരാളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരും. അങ്ങനെ വളർന്നു വരുന്നൊരു ഘട്ടത്തിൽ ഒരു സ്ത്രീയാണ് ഈ കൂട്ടത്തിൽ ആകാൻ മറ്റുള്ളവരെക്കാൾ ഏറ്റവും മറ്റ് യോഗ്യതകളില്ലാഞ്ഞിട്ടല്ല, ഈ സിറ്റുവേഷനെ നേരിടാൻ ഒരു സ്ത്രീയാണ്, ഈ കൂട്ടത്തിലൊരു സ്ത്രീയാണ് വേണ്ടത് എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ആക്കാൻ മടിക്കുന്ന പാർട്ടിയല്ല CPIM. പക്ഷേ ഇപ്പം ഞാനടക്കമുള്ള സ്ത്രീകൾ എന്താ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് ഇപ്പം പിണറായി നന്നായിട്ട് കരുത്തുറ്റ നേതൃത്വം കൊടുക്കുക. അദ്ദേഹം ഭരണരംഗത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എന്തൊക്കെ കുറ്റ ആളുകൾ പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കേരളത്തെ ആധുനിക കേരളാക്കി മാറ്റി. ഇപ്പം ഹെൽത്തിൽ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നമുക്ക് PHC ഉണ്ട്, CHC ഉണ്ട്, താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്ന പരിഷ്കാരമാണ്. ഈ PHC ഒന്നും പോരാ. അത് ഈ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു, അതിനനുസരിച്ച് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരിടമാണ് ആശുപത്രികൾ. കുട്ടികളെ അവർക്ക് ചേർക്കാൻ വിശ്വാസം തോന്നുന്ന ഇടമായിരിക്കണം സ്കൂളുകൾ. അദ്ദേഹമല്ലേ ആ ഒരു സ്വപ്നം കണ്ടിട്ട് കേരളത്തെ ആധുനികമാക്കി മാറ്റാൻ പുറപ്പെട്ടത്. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയുന്നത്? അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി വേറൊരാൾക്ക് ആയിക്കൂടാത്തതെന്ന് ചോദ്യം ഞങ്ങളുടെ ചിന്തയുടെ നാലയലത്ത് പോകുന്നില്ല. അത് അങ്ങനെ ഒരു ഇതൊന്നും ഞങ്ങളുടെ മനസ്സിലില്ല. അദ്ദേഹം ഇപ്പം വളരെ നന്നായിട്ട്, ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാലത്ത് പാർട്ടി തീരുമാനിക്കുന്നു, അതായത് അദ്ദേഹം അടുത്തു അല്ലെങ്കിൽ ഇതല്ല, അപ്പോൾ അതിന് സെക്കൻഡായിട്ടും അതൊരു സ്ത്രീ തന്നെ വരണമെന്നില്ല. അപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ ആർക്കാണ് ഇത്? ഞങ്ങളെ സംബന്ധിച്ച് ഈ പദവി ഒരു അലങ്കാരമല്ല, ഈ പ്രശ്നങ്ങളെ നിയന്ത്രിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കലാണ്. എല്ലാ കോളിളക്കങ്ങളിലും തളർന്നു പോകാതെ നേരിട്ട് മുന്നോട്ട് പാർട്ടിയെയും മുന്നണിയെയും ഗവൺമെൻറ്റിനെയും നയിക്കലാണ്. അതിന് ഞങ്ങളിന്ന് കാണുന്നത് പിണറായിയാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും ഒരു സ്ത്രീ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യത ഇല്ലെന്നാണോ ടീച്ചർ? ഞങ്ങൾ അങ്ങനെ പാർട്ടിക്കകത്ത് സ്ത്രീയോ പുരുഷനോ എന്നൊന്നും ചർച്ച ചെയ്യാറില്ല. തെരഞ്ഞെടുപ്പിൽ കുറേ പേര് മത്സരിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ടീച്ചർ മത്സരിക്കുമോ അടുത്ത തവണ? സാധ്യത വളരെ കുറവാണ്. എന്നാൽ നമുക്ക് ഈ CPIM ഇതൊന്നും നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. വളരെ വളരെ കുറവാണ്. കാരണം 2 തവണ തുടർച്ചയായിട്ട് മത്സരിച്ച ആളാണ് ഞാൻ. അപ്പോൾ അതിനുള്ള സാധ്യത നാലയലത്തില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ പാർട്ടി എന്തെങ്കിലും തീരുമാനിച്ചാൽ നിങ്ങൾ ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞില്ല എന്ന്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പറയാറില്ല. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയും, പക്ഷേ ഞങ്ങൾ പുറത്ത് പറയുമ്പം അതെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ CM നിങ്ങൾ കുറേ ചോദ്യം ചോദിച്ചില്ലേ, CM എന്താ പറഞ്ഞത്? അല്ല, അടുത്ത LDF വരും, ബാക്കിയെല്ലാം പാർട്ടിയെ തീരുമാനിക്കുക. ആ ഒരു ഉത്തരേ ഞങ്ങൾക്കുള്ളൂ, ഒരേ ഉത്തരമാണ് ഞങ്ങൾക്കുള്ളത്. പാർട്ടി LDF വീണ്ടും അധികാരത്തിൽ വരും കേരളത്തിൽ. അതിനെ ലീഡ് ചെയ്യേണ്ടത് ആരാന്ന് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാഗ്രഹമുണ്ട്. പക്ഷേ അത് ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ചിലപ്പോൾ ആ ആഗ്രഹം തന്നെ നടക്കാം, ചിലപ്പോൾ പാർട്ടി എന്തെങ്കിലും മാറ്റാം. അതിലൊന്നും സ്ത്രീയോ പുരുഷനോ എന്നുള്ള കാഴ്ചപ്പാടൊന്നും ഇപ്പോഴില്ല. ഓക്കെ, എന്നാൽ തന്നെയും ശ്രീമതി ടീച്ചർ മാറിപ്പോയേണ്ടി വന്നു. കുറേ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിവിടെ പത്രപ്രവർത്തകയായി തുടങ്ങിയപ്പോഴാണ് സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു കേൾവിയായിരുന്നു. അതുമാത്രമല്ല ടീച്ചറെ, നാം പല വനിതാ നേതാക്കന്മാരെയും അവരെത്തേണ്ടിടത്ത് എത്തിയതായി കണ്ടില്ല. ഇപ്പം രാബടി ദേവിയുടെ വേറൊരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു അബറേഷനായിരുന്നു. അല്ലാതെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളെയും നോക്കുകയാണെങ്കിൽ, ഈ കുടുംബവാഴ്ച എന്ന് പറയുന്ന പാർട്ടികളടക്കം നോക്കുകയാണെങ്കിൽ, അവർ ഈ പിതാക്കന്മാർ പെൺമക്കൾക്ക് അവരുടെ ലെഗസി കൊടുക്കുന്നില്ലല്ലോ. അവരിപ്പം മിസാ ഭാരതി എടുത്തു, കനിമൊഴി എടുത്തു, ആരെ എടുത്താലും ഇപ്പം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ നമ്മളിപ്പോൾ എല്ലാവരും പലപ്പോഴും കേട്ടതാണ്, അച്ഛൻ കൂടുതൽ സ്മാർട്ടായിട്ടുള്ള ആളെന്ന് നമ്മൾ ഒത്തിരി കേട്ടതാണ്. പക്ഷേ ആരാണ് അദ്ദേഹത്തിൻ്റെ ലെഗസി എടുക്കാൻ തയ്യാറായി വരുന്നത്? അതുകൊണ്ടാണ് ചോദിച്ചത്, CPM പോലെ ഒരു പാർട്ടി ഒരു സിംബോളിക് എന്ന രീതിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിന് മൂന്നാമത്തെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടീച്ചർ പറയുന്നു വരുമെന്ന്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല. CPM സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോളിസിയാണ്. എല്ലാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പോളിസിയാണ് പ്രധാനം. പക്ഷേ നമുക്കിങ്ങനെ ചർച്ച ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? വർഷങ്ങളായി സ്ത്രീകൾ ഡൗൺ റോഡനായിപ്പോയി. അതിന് ഉത്തരവാദിത്വം ഫ്യൂഡലിസ്റ്റ് സമൂഹമാണ്, അതിന് ഉത്തരവാദി മുതലാളിത്ത സമൂഹമാണ്. ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സമൂഹം കെട്ടിപ്പടുത്ത് വരുമ്പോഴാണ് ഇക്വാലിറ്റി ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിട്ട് മാറുക. പക്ഷെ നമ്മുടേത് കഷ്ടകാലത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷമായിട്ടും ഇഗാലിറ്റേറിയൻ ആയിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീകളുടെ അസമത്വം അവിടെ നിലനിൽക്കുകയാണ്.
അതുകൊണ്ടാണ് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചർച്ചയെ വരില്ല, ഒരു സ്ത്രീ ആക്കിയാൽ എന്താണ് എന്നുള്ള ചർച്ചയെ വരുന്നില്ല. പക്ഷേ ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഒരുപാട് സ്ത്രീകൾ ഈ സ്ഥാനത്ത് പ്രഥമ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പോളിസിയിലൊരു മാറ്റവും ഇല്ല. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. എന്നിട്ട് ഇന്ത്യയുടെ സാധാരണ സ്ത്രീകളുടെ എന്താ അവരുടെ ഫേറ്റ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നും ഇന്ത്യയുടെ ഇപ്പോൾ കണക്കെടുക്കുന്നില്ല BJP ഗവൺമെൻറ്. കണക്കെടുക്കുന്ന എല്ലാ കേന്ദ്രങ്ങളും പൂട്ടുകയാണ്. കണക്കെടുത്താൽ സംഗതി ഗുരുതരാണ്. ഇന്നും ആ UPയിലെ ഗ്രാമീണ സ്ത്രീയുടെ അവസ്ഥ എന്താ? നേരിട്ട് ചില യൂട്യൂബർമാർ ആ ചിത്രം എടുത്തിട്ട് വിടുന്നുണ്ടല്ലോ നമുക്ക്, ഇല്ലേ? പാത്രങ്ങൾ തലയിൽ അട്ടി വെച്ചിട്ട് കിലോമീറ്ററോളം കുടിവെള്ളത്തിന് നടന്നു പോകുന്ന സാധ്യകൾ. കേരളത്തിലിപ്പോൾ എല്ലാ വീട്ടിൻ്റെ മുറ്റത്തും പൈപ്പിടാൻ വേണ്ടിയിട്ടുള്ള ലഹളയാണ് അല്ലേ? നമ്മൾ മാറി, പക്ഷേ എല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ടില്ല ഇവിടെ. എന്നാലും പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ ഇത്രയും വർഷം പിന്നിട്ടിട്ടും ഒരു സ്ത്രീ തന്നെ 4/3 ഭൂരിപക്ഷത്തിന് പ്രധാനമന്ത്രിയായിട്ടും എന്തുണ്ടായി? അതുപോലെ പേരിന് ഇത്തവണ കേരളത്തിലൊരു വനിതയാവട്ടെ എന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് തീരുന്നതല്ല പ്രശ്നം. അവിടെ സ്ത്രീയോ പുരുഷനോ ആരോ ഇരിക്കട്ടെ, വാട്ട് ഈസ് ദി പോളിസി? സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പോളിസി ഉണ്ടോ? അതുള്ളത് ആർക്കാണ്? ഞാൻ പറയുന്നത് അതുള്ളത് ഇടതുപക്ഷത്തിനാണ്. സ്ത്രീകളെ മുന്നോട്ട് കൊണ്ട്, കാരണം ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയാണ് സ്വപ്നം കാണുന്നത്. ഇഗാലിറ്റേറിയൻ സൊസൈറ്റി തനിയെ ഉണ്ടാവില്ല, ഭരണപരിഷ്കാരം ഉണ്ടാക്കണം. 57-ൽ കുടിയൊഴിപ്പിക്കലിനെതിരായ നിയമം കൊണ്ടുവന്നതായിരുന്നു ആദ്യത്തെ പരിഷ്കാരം. അപ്പോഴാണ് ഭൂമിയിൽ കാലൂന്നി നിൽക്കാൻ സാധിച്ചത്. അതിനുശേഷം കൊണ്ടുവന്നുള്ളത് പബ്ലിക് സ്കൂളുകൾ മെച്ചപ്പെടുത്തുന്നതാണ്. അപ്പോഴാണ് പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയത്. അവസാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടടക്കം സ്ത്രീകളെ പൊതുസമൂഹത്തിലേക്ക് വീട്ടിൽ നിന്ന് ഇളക്കി കൊണ്ടുവരാൻ. ഒന്നുമില്ല, ഞായറാഴ്ച ബുക്കും പുസ്തകവും എടുത്തിട്ട് കുടുംബശ്രീക്കാർ പോയിരുന്ന് മീറ്റിംഗ് ചെയ്യുന്നുണ്ടല്ലോ. നേരത്തെ അങ്ങനെ പോവുമായിരുന്നു. ഏതെങ്കിലും ഞായറാഴ്ച കേരളത്തിലൊരു സ്ത്രീക്ക് ഒരു 10, 30, 40 കൊല്ലം മുമ്പ് അങ്ങനെ പോയിട്ട് എവിടെ പോയി ഇവിടുത്തെ വീട്ടുകാരിയൊന്ന് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഞായറാഴ്ച പ്രത്യേകിച്ച് ഞായറാഴ്ച വീട്ടിലെല്ലാ കാര്യവും ചെയ്യേണ്ട സമയം. ഇപ്പം പെണ്ണുങ്ങൾ പറയും നിങ്ങളവിടെ ഇരിക്ക് മനുഷ്യ, എനിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. അയാൾക്കും ഉണ്ട് അതിനോടൊരു ആകർഷണം. എന്താ? അവിടെ ഈ സ്ത്രീ കുറച്ച് പൈസയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. തീരെ മുട്ടുമ്പം ഭാര്യയെ പോയിട്ടൊരു 5000 രൂപ കൊണ്ടുത്തരുമോ ചോദിക്കാനൊരു ഇടമുണ്ട്. അത് സ്ത്രീയുടെ ഒരു ഫിനാൻഷ്യൽ എംപവർമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ ധാരാളം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ചോദ്യമല്ല, എന്തുകൊണ്ട് പുരുഷൻ ഇരിക്കുന്ന ആ സ്ഥാനത്ത് സ്ത്രീ ഇരുന്നൂടാ? പുരുഷനും ഇരിക്കണം. അപ്പോൾ ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും ഒരേ പോളിസി നിർവഹിക്കുന്നുണ്ടോ? പോളിസി തെറ്റാണെങ്കിൽ നമുക്ക് പറയാം അത് ശരിയല്ല എന്നുള്ളത്. അല്ലാതെ ഇത് ശരിയാണ്, ഒരു സ്ത്രീ വന്നുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. എന്നാലും ടീച്ചറെ, ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിന് ടീച്ചർ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന കാണാനാണ് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് താല്പര്യം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ഞാൻ പാർട്ടി പ്രവർത്തകയായിട്ട് സജീവമായി തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ജയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതെൻ്റെ പാർട്ടിയും പറയും, ഞാനും പറയും. കാരണം ഞങ്ങൾ ആ രംഗത്താണ് കൂടുതൽ പ്രവർത്തിക്കേണ്ടത്. എല്ലാവരെയും ജയിപ്പിക്കണ്ടേ, ആരെങ്കിലും ഒരാൾ ജയിക്കലല്ലോ. അപ്പോൾ വളരെ സജീവമായി എൻ്റെ പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്യുകയും ചെയ്യും. ടീച്ചറിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.